അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ മാന്യ ശ്രോതാക്കളോടൊപ്പം വീണ്ടും ഒരു പ്രാവശ്യം ഉണ്ടായിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ KC കമലമ്മ ആൻറ്റിയാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്കേവർക്കും അനുഗ്രഹമായി തരേണ്ടത് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ ദാസി ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർന്ന് ഒരുപാട് കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെ താൻ കടന്നുപോയി. താൻ പ്രതീക്ഷിച്ചതുപോലെ തൻ്റെ കുടുംബജീവിതം നയിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ താൻ ഇറങ്ങിപ്പുറപ്പെട്ട ആ നാളുകളെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നു. താൻ ഭാഗവതം വായിച്ച് അമ്പലങ്ങൾ കയറിയിറങ്ങിയ വ്യക്തിയെ കർത്താവ് ദൈവരാജ്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമാണ് ആമേനെ നാം കേൾക്കുവാൻ പോകുന്നത്. തൻ്റെ 2 ആൺമക്കളെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ദൈവം ഈ കാലയളവിൽ ശക്തമായി ശുശ്രൂഷ മുഖത്ത് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം നമുക്ക് തുടർന്ന് കേൾക്കാം. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് രാത്രി 9 മണി മുതൽ വിശേഷം പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കും അതിൽ സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ KC കമലമ്മ ആൻറ്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് സമയത്തിലൊഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളു. അരോമ ടിവിയിലെ കർത്താവിന്റെ ദാസനും എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇങ്ങനെ ഒരു മീറ്റിംഗിൽ കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് കമലമ്മ. ഞാൻ ജനിച്ചു വളർന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റില് കൂടൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മകൻ ചെന്നൈയില് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഇടയ മകനോടുകൂടെ ഞാൻ ഡൽഹിയിൽ ആയിരിക്കുന്നു. ഡൽഹിയിൽ നിന്നാണ് ഞാനിപ്പോ ജോലി ചെയ്യുന്നത്. എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. എന്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, എന്റെ പേര് കമലമ്മ. ഞാന് എന്റെ ചെറിയ പ്രായം മുതലുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്റെ ചെറുപ്രായത്തില് എന്റെ പിതാവ് ക്രിസ്തീയ ആൾക്കാരുമായിട്ട്, ക്രിസ്ത്യാനികളുമായിട്ടായിരുന്നു എൻ്റെ പിതാവിന് കൂടുതൽ സംബന്ധമുള്ളത്. ജോലിക്ക് പോവുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ക്രിസ്ത്യൻസുമായിട്ടായിരുന്നു. എൻ്റെ പിതാവ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, 9 വയസ്സ് പ്രായമുള്ളപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു അരമനയില് തിരുമേനിയോടുകൂടെ ഒരു 5 മാസമോ 6 മാസമോ അവിടെ തിരുമേനിക്ക് ഉമ്മക്കിരി വെള്ളം എടുത്തു കൊടുക്കാൻ, ഭക്ഷണം കൊണ്ടു കൊടുക്കാനായിട്ട് 9 വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവ് അങ്ങനെ തിരുമേനിയുടെ അടുത്ത് പോയി 4-5 മാസം താമസിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതിനുശേഷം കൂടുതലും ക്രിസ്ത്യൻസുമായിട്ടാണ് എൻ്റെ പിതാവിന് വളരെ സഹകരണമുള്ളത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പിതാവിന് ചെറുപ്പത്തിൽ ഒരു 10-14 വയസ്സായ സമയം മുതൽ കാളവണ്ടി ഉണ്ടായിരുന്നു. ആ കാളവണ്ടി ഉണ്ടായിരുന്നത് കൊണ്ട് അതുപോലെ ചെറുപ്പക്കാരായിരിക്കുന്ന യൗവനക്കാര് പലരും ചേർന്നിട്ട് നല്ല കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ കൃഷി സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വിൽക്കുവാനായിട്ട് മാരാമണ്ണ്, കോഴഞ്ചേരി ആ ഭാഗത്തൊക്കെ കാളവണ്ടി കൊണ്ട് പോകുമായിരുന്നു. കാളവണ്ടി കൊണ്ട് പോകുമ്പോൾ തലേ ദിവസമേ സാധനവുമായിട്ട് കടന്നു പോകും. കടന്നു പോയിട്ട് അവിടെ ഇങ്ങനെ താമസിക്കും. കാളവണ്ടിയിൽ തന്നെ കിടന്നുറങ്ങും. ആ സമയത്ത് മാരാമണ്ണ് മണക്ക് കൺവെൻഷനുകളൊക്കെ നടക്കാറുണ്ട്. കൊച്ചുണ്ണി ഉപദേശി, മാമൻ ഉപദേശി, അതുപോലെ ഉള്ള ആൾക്കാരൊക്കെ വന്ന് അവിടെ കൺവെൻഷനുകൾ നടത്താറുണ്ട്. അപ്പൊ ഈ കാളവണ്ടിയിൽ കിടന്നുകൊണ്ട് അച്ഛൻ രക്ഷിക്കപ്പെട്ടതല്ല, ചെറിയ പ്രായമാണ് എങ്കിലും ഈ യൗവനക്കാരെല്ലാം ഒന്നിച്ചു പോകുന്നത് കൊണ്ട് അങ്ങനെ രാത്രിയിൽ വിശ്രമിക്കുമ്പോൾ ഈ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. അതെന്താണെന്നോ അതിന്റെ ആഴം എന്താണെന്നോ ഒന്നും യഥാർത്ഥമായ രക്ഷയെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ എന്നാലും ഹിന്ദുക്കളുടെ ദൈവത്തെക്കാൾ കൂടുതലായിട്ട് ഈ ക്രിസ്ത്യാനികളുടെ ദൈവത്തിന് എന്തോ പ്രത്യേകതയുണ്ടെന്നുള്ള ഒരു തോന്നല് എൻ്റെ പിതാവിന്റെ ഹൃദയത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ എല്ലാവരെയും അതേ രീതിയിൽ വളരെ നല്ല രീതിയിൽ വളർത്താനായിട്ട് ഇടയായി. ഞങ്ങൾ 7 മക്കളാണുള്ളത്. 5 പെൺമക്കളും 2 ആൺമക്കളുമാണ്.
അതിൽ രണ്ടാമത്തെ മകളാണ് ഞാൻ. എനിക്ക് മൂത്തത് ഒരു സഹോദരനുണ്ട്. എനിക്ക് ചെറിയ പ്രായം തൊട്ട് എൻ്റെ പിതാവുമായിട്ട് ഭയങ്കര അടുപ്പവും സഹകരണവും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് പിതാവ് കഥകളൊക്കെ പറഞ്ഞു തന്നാണ് ഞങ്ങളെ, പുരാണ കഥകൾ ഒത്തിരി പറഞ്ഞു തരും. അതുപോലെ തന്നെ ഞങ്ങൾ ജനിച്ച് വളർന്ന പാരമ്പര്യം അനുസരിച്ച് വീട്ടില് ഒരു ഭാഗവതം ഉണ്ടായിരുന്നു. അങ്ങനെ വായിക്കാനും പഠിക്കാനും പ്രായമായ സമയം തൊട്ട് ഭാഗവതം വായിക്കുമായിരുന്നു. എൻ്റെ പിതാവ് ഭാഗവതം വായിക്കുമായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ ഭാഗവതം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനും ഭാഗവതം വായിക്കുമായിരുന്നു. പുറത്തു പോയി പഠിച്ചതൊന്നുമല്ല, അങ്ങനെ വീട്ടിൽ ഇരുന്ന് ഭാഗവതം വായിച്ച് അങ്ങനെ ഭാഗവതം വായിച്ചു പഠിച്ചു. എന്നാല് എന്റെ ഹൃദയത്തില് ഒരു യേശുവിനോട് ഒരു പ്രത്യേകത എന്റെ പിതാവിനെ പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരെല്ലാം, എൻ്റെ ചുറ്റുപാടുമുള്ളവരും എല്ലാം ക്രിസ്ത്യൻസ് ആയിരുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനികളുമായിട്ടുള്ള കൂട്ടുകാരായതുകൊണ്ട് എന്നെ പഠിപ്പിച്ച സ്കൂളില് ഒരു അധ്യാപകൻ ഞങ്ങളുടെ വീടിന് കുറച്ച് അടുത്തായിട്ട് താമസമുണ്ട്. ഞങ്ങളുടെ ഒരു മുകളിൽ മലമണ്ടി താമസിക്കുന്നു. അതിന്റെ താഴെയായിട്ട് ഒരു സാറ് താമസമുണ്ട്. അവര് മർത്തോമക്കാരായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും വെളുപ്പിനെ 5 മണിയാകുമ്പോൾ അവിടെ പാട്ടും പ്രാർത്ഥനയും ഉണ്ട്. ഞാൻ 5 മണിയാകുമ്പം വെളിയിൽ ഇറങ്ങി എന്റെ ചെറുപ്രായത്തില് ഈ പാട്ട് കേൾക്കും. പാട്ട് കേൾക്കാനായിട്ട് 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് വെളിയിൽ പോയി പാട്ട് കേൾക്കും. എനിക്കത് വലിയ ഇഷ്ടം. അതുപോലെ തന്നെ വൈകിട്ടും അതുപോലെ 2-3 പാട്ട് പാടും ആ വീട്ടില്. അപ്പൊ ആ പാട്ട് ഞാൻ ശ്രദ്ധിക്കും. പുറത്തിറങ്ങിപ്പോയി നിന്ന് ആ സമയമാകുമ്പോൾ എല്ലാ ജോലിയും തീർത്തിട്ട് പുറത്തിറങ്ങിപ്പോയി ആ പാട്ട് കേൾക്കും. എനിക്കത് വളരെ സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പഠിച്ചത് CMS സ്കൂളിലാണ്. CMS സ്കൂളിൽ പഠിച്ച സമയത്ത് വെള്ളിയാഴ്ച ദിവസം ഒരു അരമണിക്കൂർ സമയം ബൈബിൾ ക്ലാസ് ഉണ്ട്. ആ ബൈബിൾ ക്ലാസ്സിന് ഞാൻ നല്ലതായിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഒരു ദിവസം പോലും മിസ്സാക്കാതെ ഞാൻ ബൈബിൾ ക്ലാസ്സിന് കയറുമായിരുന്നു. കയറുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം ടീച്ചേഴ്സിനെല്ലാം എന്തോ ഒരു പ്രത്യേകത തോന്നി. എന്നെ കണ്ടാൽ അങ്ങനെ തോന്നത്തില്ലായിരുന്നു. എന്നാലും എന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കുറെ ടീച്ചേഴ്സിനെല്ലാം അറിയാം. ഓഫീസിൽ കടന്നു പോകേണ്ടതാകുന്ന സമയമൊക്കെ വരും. അന്നേരം ആ സമയത്ത് എന്തെങ്കിലും ബുക്കുകൾ എടുക്കാനോ ടീച്ചേഴ്സിനോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ ഒക്കെ ആയിട്ട് പോകേണ്ടി വരുമ്പോൾ ആ ക്ലാസ്സിനകത്ത് ഹെഡ് മാസ്റ്ററുടെ മേശപ്പുറത്ത് ഒരു ബൈബിൾ ഇരിക്കുന്നത് ഞാൻ കണ്ടു. പല ദിവസം ഇങ്ങനെ റൗണ്ട്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ബൈബിൾ ഒന്ന് എടുക്കണം, ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ ഒന്ന് വായിക്കാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ സാറിൻ്റെതല്ലേ, എങ്ങനെയാ ചോദിക്കാതെ എടുക്കുന്നത്? ഒരു മർത്തോമാക്കാരൻ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ആ സാറ് വളരെ ദൈവഭയമുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു ദിവസം വെളിയിലോട്ട് ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടിട്ട് ഞാൻ ആ ഓഫീസ് റൂമിൽ ചെന്നിട്ട് ഈ ബൈബിൾ ഒന്ന് തുറന്നു നോക്കി എനിക്ക് എടുത്ത് വായിക്കാൻ വളരെ ആഗ്രഹം. പക്ഷെ സാറ് വഴക്ക് പറയുമായിരിക്കുമല്ലോ, സാറിൻ്റെതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തില്ല. പിന്നെ പല ദിവസം ഞാൻ അങ്ങനെ നോക്കി. ഒരു ദിവസം ഞാൻ സാറിനോട് ചെന്ന് പറഞ്ഞു, സാറ് ഇതെന്തുവാ പുസ്തകം എന്ന് ചോദിച്ചു. അന്നേരം ഇത് വേദപുസ്തകമല്ലയോ എന്ന് ഞാൻ ചോദിച്ചു. അന്നേരം സാറ് പറഞ്ഞ അത് വേദപുസ്തകമാണ്, നിനക്ക് വേണോ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, എനിക്കൊരു വേദപുസ്തകം കിട്ടിയാൽ നല്ലതായിരുന്നു, എനിക്ക് വായിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. സാറ് ഞാൻ ഇനി വീട്ടിൽ പോയിട്ട് വരുമ്പോൾ നിനക്കൊരു ബൈബിള് കൊണ്ടുതരാമെന്ന് പറഞ്ഞു, ഒരു വേദപുസ്തകം കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ സാറ് വീട്ടിൽ പോയിട്ട് വന്ന സമയത്ത് മാസത്തിൽ ഒരിക്കലേ സാറ് വീട്ടിൽ പോകത്തുള്ളൂ, വാടകയ്ക്ക് താമസിക്കുക അവിടെ. അങ്ങനെ വീട്ടിൽ പോയിട്ട് വന്നപ്പോ എനിക്കൊരു വേദപുസ്തകം കൊടുത്താണ്. പക്ഷെ അത് എങ്ങനെ വായിക്കണമെന്നോ വായിച്ചാൽ അതിന്റെ അർത്ഥം ഒന്നും ഗ്രഹിക്കാനൊന്നും എനിക്ക് കഴിയത്തില്ല. പക്ഷെ എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ കൂടെ വായിക്കുമായിരുന്നു. പക്ഷെ ആ ചെറുപ്രായമൊക്കെ കഴിഞ്ഞ് അതുപോലെ സ്കൂളിൽ പോകുന്ന സമയത്ത് 1-2 പല പ്രാവശ്യങ്ങളിൽ എനിക്ക് ഈ വഴിയില് ട്രാക്റ്റുകൾ കിടക്കും. ചിലപ്പോ വഴി കിടന്ന എന്നോട് ആരും സുവിശേഷം പറഞ്ഞിട്ടില്ല, യേശുക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ വീട്ടിൽ ആരും കയറി വന്ന് യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് തികച്ചും ഹൈന്ദവ ആരാധന പ്രകാരം അതിന്റെ നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, ഒരു പൊതുപ്രവർത്തകൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ എല്ലാവർക്കും പൊതുസമ്മതനായ ആ ദേശത്തെ ഒരു പ്രധാനിയായിരുന്നു എൻ്റെ പിതാവ്. അപ്പം അങ്ങനെ മറ്റുള്ളവരെയൊക്കെ കൂട്ടിക്കൊണ്ട് സ്വന്തമായിട്ട് മുറിഞ്ഞകലിനടുത്തുള്ള ആനക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടാക്കിയതും ആ ആനക്കുളം നികത്തിയെടുത്തതും അത് അച്ഛനും
അച്ഛന്റെ സഹപാഠികളും അങ്ങനെ ചിലരെ യൗവനക്കാരെ കൂട്ടിയാണ് അതെല്ലാം ചെയ്ത് അവിടെ ഒരു വലിയ ക്ഷേത്രമൊക്കെ ഉണ്ടാക്കി വർഷം തോറും ഉത്സവങ്ങളും അങ്ങനെയുള്ള കാര്യത്തിൽ കൂടി പോകുന്നത് കൊണ്ട് വീട്ടിലാരും, അതുപോലെ തന്നെ ഞങ്ങളുടെ വീട് ഒരു അമ്പലം പോലെയാണ്, ഒരു മുറി ഒരു ക്ഷേത്രം പോലെ തന്നെയാണ്. എല്ലാ ദിവസവും പൂജയും കാര്യങ്ങളും എല്ലാമായിട്ട് കഴിയുന്ന ഒരു വീടാണ്. പുറത്ത് കൂടുതലായിട്ട് ആരെയും സഹകരിപ്പിക്കാനോ അല്ലെ ഞങ്ങളെ പുറത്ത് കൂടുതൽ സഹകരിക്കാനോ ഒന്നും വിടാറില്ല. അങ്ങനെ ഉള്ള ഒരു ജീവിതമായിരുന്നു ഞങ്ങൾക്ക്. എന്നാൽ സ്കൂളിൽ പോകുമ്പോൾ ഈ ട്രാക്റ്റുകൾ ഈ വഴിയിൽ കിടക്കുമ്പോൾ അത് പല പ്രാവശ്യവും അത് എന്താണെന്ന് അറിയത്തില്ലെങ്കിലും ഞാൻ അതെടുത്ത് 1-2 പ്രാവശ്യം കിട്ടിയത് വായിച്ചു നോക്കി. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. പിന്നെ ഞാൻ പോകുന്ന വഴിയിലൊക്കെ നോക്കും, ഇതുപോലുള്ള പേപ്പറുകൾ വല്ലതും വഴിയിലെങ്ങാനും കിടപ്പുണ്ടോ, മഴ നനഞ്ഞ് കിടക്കുന്നതായാലും ഞാൻ അതെടുത്ത് വായിക്കും. അങ്ങനെ അതിന്റെ അർത്ഥം എന്താണെന്ന് ഒന്നും അല്ല, എന്റെ മനസ്സിനങ്ങ് ഭയങ്കര സമാധാനമായിരുന്നു. അങ്ങനെ വായിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ ഹൈന്ദവ ആരാധന പ്രകാരം തന്നെ എന്റെ വിവാഹമൊക്കെ കഴിഞ്ഞു. എനിക്ക് എന്നാല് യേശു ക്രിസ്തുവിനോട് എന്തോ ഒരു മറ്റുള്ള ദൈവങ്ങളെ പോലെ അല്ല, യേശു ക്രിസ്തു യേശു ക്രിസ്തുവിന് ഒരു സ്നേഹമുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. എന്നാല് അതിന്റെ ആഴങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഞാൻ എന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് എന്റെ ചെറിയ പ്രായത്തില് അടുത്തുള്ള കത്തോലിക്ക പള്ളിയില് റീത്ത് പള്ളിയില് സൺഡേ സ്കൂൾ പഠിക്കാൻ പോയി. എന്റെ വീട്ടിലുള്ള ഞങ്ങൾ 7 മക്കളും റീത്ത് പള്ളിയിൽ പോയി സൺഡേ സ്കൂളിൽ പഠിച്ചതാണ്. ഞാനാ വിളിച്ചുകൊണ്ട് പോയത്. എന്റെ കൂട്ടുകാരുടെ കൂടെ ഞാൻ പോയി. എന്റെ പിതാവ് വേറെ എങ്ങും വിടത്തില്ല, ഒരു വീട്ടിലും വിടത്തില്ല, മറ്റുള്ളവരുമായിട്ടൊന്നും കൂടുതൽ കൂട്ടുകെട്ടാനൊന്നും വിടത്തില്ല. പക്ഷെ പള്ളി പോകാൻ വിടും. അങ്ങനെ സൺഡേ സ്കൂളിന് വിട്ടു. സൺഡേ സ്കൂളിന് ഞാൻ പറഞ്ഞു എന്റെ കൂട്ടുകാരുടെ കൂടെ സൺഡേ സ്കൂളിൽ പോകാനുള്ള ഞങ്ങള് ആൺമക്കളും പെൺമക്കളും ഞങ്ങൾ 7 പേരും അങ്ങനെ സൺഡേ സ്കൂളിൽ പഠിക്കുവാനായിട്ട് ഇടയായി. തിരുമേനിയുടെ കൈ കുത്തിയിട്ടുണ്ട്. തിരുമേനിയുടെ കയ്യിൽ നിന്ന് കുർബാനക്രമ പുസ്തകം അതുപോലെ പാഠ്യപുസ്തകങ്ങളൊക്കെ സമ്മാനമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം എന്റെ ചെറിയ പ്രായത്തില്. അങ്ങനെ അതിനുശേഷം കുടുംബമായിട്ട് ഞാൻ എന്റെ പിതാവിനെയും മാതാവിനെയും കൂടെ ചേർത്തുകൊണ്ട് ഞങ്ങൾ കുടുംബമായിട്ട് ആ റീത്ത് പള്ളിയിൽ പോകാനിടയായി. ആ റീത്ത് പള്ളിയിൽ പോയി 8-9 മാസത്തോളം ഞങ്ങൾ അങ്ങനെ കുടുംബമായിട്ട് പോയി. കുടുംബമായിട്ട് അങ്ങനെ പോയ സമയത്ത് അവിടെയുള്ള ആൾക്കാര്, സെക്രട്ടറിയും ആ പള്ളിയിലുള്ള ഭാരവാഹികളും എല്ലാരും കൂടെ ചേർന്നിട്ട് 1 വർഷത്തോളം ആകുന്നല്ലോ എന്റെ അച്ഛന്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ 5 പെൺകുഞ്ഞുങ്ങളല്ലേ നിങ്ങൾക്കുള്ളത്, നിങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഈ പള്ളിയിൽ വന്നാല് ക്രിസ്ത്യാനി പിള്ളേരൊന്നും നിങ്ങളുടെ മക്കളെ കല്യാണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞു. അത് എന്റെ പിതാവിന് വളരെ ഭാരമായി പോയി. ക്രിസ്ത്യാനി പിള്ളേർ, എനിക്ക് 5 പെൺമക്കളുണ്ട്, എനിക്ക് 7 മക്കളുണ്ട്. അവരെ ക്രിസ്ത്യാനി പിള്ളേർ കല്യാണം കഴിക്കാത്തത് കൊണ്ട് ഞാൻ ഈ പള്ളിയിൽ വരുന്നത് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇനി ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കത് വലിയ വിഷമമായിപ്പോയി. എന്നാലും വേണ്ടില്ല, പള്ളിയിൽ പോകണമെന്നുള്ള ചിന്ത എന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. എന്നാൽ എന്റെ പിതാവ് പറഞ്ഞു, അങ്ങനെയല്ല, നമ്മൾ നിൽക്കും, പോകുമ്പോ ഒന്നിച്ചു പോവുക, തിരിച്ചു പോകുമ്പോ ഒന്നിച്ച് തിരിച്ചു പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയും പള്ളിയിൽ പോകണമെന്നുള്ള ആ ചിന്തയായിരുന്നു എന്റെ മനസ്സിലുള്ളത്. അങ്ങനെ എന്നാല് ഹൈന്ദവ ആചാരപ്രകാരം തന്നെ എന്റെ വിവാഹം കഴിഞ്ഞു. വിവാഹമൊക്കെ നടന്നു, ചെറുപ്രായത്തിൽ തന്നെ എന്റെ വിവാഹം നടന്നു. വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് നാളുകൾ മാത്രമേ സമാധാനമായ ജീവിതം ഉണ്ടായിരുന്നുള്ളൂ. എന്നാല് ആ ചെറിയ പ്രായത്തില് കരുനാഗപ്പള്ളിയിലാണ് എന്നെ വിവാഹം കഴിച്ചയച്ചത്. അവിടെ കടന്നു ചെന്നപ്പോൾ എന്റെ ഹസ്ബൻഡിന് നേരത്തെ UP-ല് ജോലിയായിരുന്നു. അങ്ങനെ അതുകൊണ്ട് അവരും 6 മക്കളുണ്ട്. എന്റെ ഹസ്ബൻഡിന്റെ നേരെ ഇളയ അനിയൻ ഇദ്ദേഹം വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ വിവാഹം കഴിച്ചിരുന്നു. അപ്പൊ എല്ലാ വർഷവും ഇദ്ദേഹം നാട്ടിൽ വരുന്ന സമയത്ത് ഈ അനിയന്റെ ഭാര്യയുമായിട്ട് നല്ല അടുപ്പവും ബന്ധവും ഒക്കെ ഉണ്ടായിരുന്നു. അത് അമ്മയ്ക്ക് അറിയാമായിരുന്നു, എന്റെ അമ്മായിയമ്മയ്ക്ക് അറിയാമായിരുന്നു. ആ ബന്ധത്തിൽ നിന്ന് ഒന്ന് വേർപെടുത്താൻ വേണ്ടിയിട്ട് എന്റെ അമ്മായിമ്മ തന്നെ ആലോചിച്ച്, വളരെ ദൂരമാണെങ്കിലും എങ്ങനെയൊക്കെയോ എന്റെ പിതാവിനെ കണ്ടുമുട്ടി അങ്ങനെ ആലോചിച്ച് നടത്തിയ വിവാഹമാണിത്. അങ്ങനെ അവിടെ ചെന്നു
ചില നാളുകൾ എനിക്ക് രണ്ട് മക്കളായി. ഇളയ മകന് ഒരു 7 മാസം പ്രായമായപ്പോൾ തൊട്ട് വളരെ പ്രശ്നങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും പുറത്ത് ഒരു മനുഷ്യനോട് സംസാരിക്കാനോ മിണ്ടാനോ അല്ല ഒറ്റയ്ക്ക് ഒരിടത്തോട്ടൊന്ന് പോകാനോ ഒന്നുമുള്ള സ്വാതന്ത്ര്യം എനിക്ക് അവിടെ ഇല്ല. മിറ്റ തൂക്കുന്ന സമയത്താണെങ്കിലും ആരെങ്കിലും വന്നെന്ന് ചോദിച്ചാൽ അവരെന്തുവാ പറഞ്ഞത്, എന്തുവാ സംസാരിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങള് അമ്മയുടെ ഭാഗത്തുനിന്നും എന്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ടെങ്കിൽ എന്റെ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്നൊക്കെ കടന്നു വരാറുണ്ട്. എനിക്കതൊന്നും അന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. അതിനുശേഷം എനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതാകുന്ന ചില വിഷയങ്ങൾ അവിടെ ഉണ്ടായ സമയത്ത് ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പൊ മൂത്ത മോന് 2 വയസ്സ് കഴിഞ്ഞു, 2.25 വയസ്സ്, ഇളയ മോന് ഒരു 7 മാസം പ്രായം, അത്രയും പ്രായമുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇനി മരിച്ചേക്കാമെന്ന് വിചാരിച്ചു, ജീവിതം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇനി എനിക്ക് തുടർന്ന് മുന്നോട്ട് കടന്നു പോകുവാനായിട്ട് ഈ രീതിയിൽ എനിക്ക് മുന്നോട്ട് കടന്നു പോകാനായിട്ട് കഴിയത്തില്ല. എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മാതാവും പിതാവും ഞങ്ങൾ 7 മക്കളും കൂട്ടുകാരെ പോലെയാണ്, വളരെ സഹകരണമാണ്. കഥകളൊക്കെ പറഞ്ഞു തന്നാണ് എന്റെ പിതാവ് ഞങ്ങളെ എപ്പോഴും വളരെ സ്നേഹത്തിലും ആണ് ഞങ്ങളെ വളർത്തിയത്. പട്ടിണി എന്തെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ എന്റെ പിതാവ് ഒരു കർഷകനായിരുന്നെങ്കിലും 2 ഏക്കർ സ്ഥലം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിൽ കൂടുതൽ സ്ഥലങ്ങള് പാട്ടത്തിനെടുത്തൊക്കെ കൃഷികളൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എന്നും കൃഷി സാധനങ്ങൾ ഇഷ്ടംപോലെ ഞങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ നെല്ലൊക്കെ വളരെ കൃഷി ചെയ്യുമായിരുന്നു എന്റെ പിതാവ്. അതുകൊണ്ട് പട്ടിണി ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. കരുനാഗപ്പള്ളി ചെന്നപ്പോഴും പട്ടിണിയില്ല. എന്നാൽ വീട്ടിൽ നിന്ന് കിട്ടുന്ന സ്നേഹമോ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച വിധത്തിലുള്ള ഒരു ജീവിതമല്ല എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് എനിക്ക് വളരെ മനസ്സിന് ഭാരം തോന്നിയിട്ട് ഇനിയും ജീവിക്കണ്ട എന്ന് വിചാരിച്ചു. അപ്പൊ എന്റെ മൂത്ത മകന് എന്റെ വീട്ടിലായിരുന്നു. അപ്പൊ ഇളയ മകന് ഞാനും അവിടെ, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് മരിക്കാം. ഞാൻ മരിച്ചിട്ട് കുഞ്ഞ് ജീവിച്ചിരിക്കരുത്, കുഞ്ഞ് മരിച്ചിട്ട് ഞാനും ജീവിച്ചിരിക്കരുത് എന്ന് വിചാരിച്ചു. അതൊരു കായലിന്റെ അടുത്താ. ഞാന് ഒറ്റയ്ക്ക് ഒരിടത്തും പോയിട്ടില്ല, വഴി അറിയത്തില്ല. അവരുടെ കൂടെ എവിടെയും പോകും, അതുപോലെ തിരിച്ചു വരും, അതേ ഉള്ളൂ. അപ്പൊ എനിക്ക് എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയത്തില്ല. ഒരു ദിവസം ഞങ്ങൾ കുടുംബമായി കുഞ്ഞും ഞാനും ഹസ്ബൻഡും എല്ലാം ഒന്നിച്ച് രാത്രി വിശ്രമിക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങാതെ കിടന്നിട്ട് രാത്രി 1 മണിയായ സമയത്ത് ഞാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞാൻ പതിയെ കഥവ് തുറന്നു. കുറച്ച് സമയം ഞാൻ വരാന്തയിൽ ഇറങ്ങി അവിടെ ഇരുന്നു, ആരെങ്കിലും പുറത്തു വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, മരിക്കാനല്ലേ പോകുന്നത്. അങ്ങനെ മരിക്കണമെന്ന് തീരുമാനിച്ചു. ഞാൻ കുഞ്ഞുമായിട്ട് ഇറങ്ങിയിട്ട് അപ്പം ആ നാട്ടില് വിവാഹം കഴിഞ്ഞാൽ എല്ലാവരും എത്ര കൊച്ചു കുട്ടികളായ ചെറുപ്പക്കാരായാലും സാരി ഉടുത്തുകൊണ്ട് വേണം നടക്കാൻ. അപ്പൊ ഞാൻ രാത്രിയിൽ കൊടുത്തേക്കുന്ന സാരി തന്നെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ച ആ സാരിയുടെ തുമ്പുകൊണ്ട് എന്നെയും കുഞ്ഞിനെയും ഒന്നിച്ച് കൂട്ടി ചേർത്ത് കെട്ടി ആ കയ്യിൽ ചാടിക്കളയാം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച്, മരിച്ചാലും ജീവിച്ചാലും ഞങ്ങൾ ഒരുമിച്ചായിരിക്കുമല്ലോ. അങ്ങനെ ചിന്തിച്ച് ഞാൻ അർദ്ധരാത്രിയില് വീട് വിട്ടിറങ്ങി. എനിക്കറിയത്തില്ല, വഴി അറിയത്തില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. എന്നാല് ഞാൻ ചിന്തിച്ചു ഇവരാരും കാണരുത്, ഞങ്ങളുടെ ബോഡി പോലും പെട്ടെന്ന് കിട്ടരുത്, അതിന് കുറച്ച് ദൂരോട്ട് പോയി കയ്യിൽ ചാടിയേക്കാം എന്ന് വിചാരിച്ച് കുറെ അങ്ങ് നടന്നു. എങ്ങോട്ടാ പോകുന്നൊന്നും അറിയത്തില്ല, വഴി അറിയത്തില്ല. അങ്ങനെ അങ്ങ് പോയി, കണ്ട വഴിയെ കൂടെ പോയി, മരിക്കാൻ പോവല്ലേ. അങ്ങനെ കണ്ട വഴിയിലൂടെ പോയി ഏകദേശം 1 കിലോമീറ്ററോളം ദൂരെ ചെന്നപ്പോഴും അവിടെ ഞാനൊന്ന് നിന്ന് അപ്പൊ നല്ല നിലാവ് വെളിച്ചമുണ്ട്. നിലാവ് വെളിച്ചം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ ട്യൂബുകളോ ഇലക്ട്രിക് ലൈറ്റുകളോ ഒന്നുമില്ല. അവിടെ ചെന്ന് അപ്പൊ അവിടെ അടുത്തൊരു വീട് പണിയുന്ന അതിന്റെ കട്ടള നിരപ്പ് വരെ ആയിട്ടുള്ളൂ. ഞാൻ പോകുന്ന വഴിയുടെ സൈഡില് അവിടെ കട്ടയും കല്ലും ഒക്കെ ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ കട്ടള വെച്ചിട്ടുണ്ട്, ജനലും കട്ടളയും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വീട്. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നി ആ വീടിനകത്ത് കയറി ഞാൻ അവിടെ ഇരുന്ന് വളരെ കരയുവാനിടയായതെന്ന് പറഞ്ഞാൽ എന്റെ മൂത്ത മകനെ ഓർത്താ കരഞ്ഞത്. അവൻ വളരും, ഞാനും കുഞ്ഞും മരിച്ചു പോകും, അവൻ വളരും, സ്കൂളിൽ പോകും. അപ്പം മറ്റുള്ള കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ വരുമ്പം ഇവന് അത് വേദനയായിട്ട് തീരും. എനിക്കും ഒരു അമ്മയും സഹോദരനും ഉണ്ടായിരുന്നു, അവര് മരിച്ചുപോയി എന്നൊക്കെ പറയുമ്പോൾ അവനത് വലിയ ബുദ്ധിമുട്ടല്ലേ, വിഷമല്ലേ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഓർത്ത് ഞാൻ വളരെ കരഞ്ഞു.
വളരെ ആ മുറിക്കകത്ത് കയറി ഇരുന്ന് വളരെ കരഞ്ഞു, ഇങ്ങനെ ഒത്തിരി സമയം കരഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല നിലാവ് വെളിച്ചം പോലെ ഒരു കട്ടിയുള്ള പ്രകാശം വന്നിട്ട് എന്നെ അങ്ങ് മൂടി. ഞാനന്ന് രക്ഷിക്കപ്പെട്ടതല്ല, കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടില്ല, എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ആ സമയത്ത് ഒരു കട്ടിയുള്ള ഒരു മേഘം പോലെ ഒരു പ്രകാശം വന്നിട്ട് എന്നെ അങ്ങ് മൂടിയിട്ട് ആ മരണത്തിന്റെ ചിന്ത എന്നിൽ നിന്ന് വിട്ടുപോയി. എനിക്ക് പിന്നെ മരിക്കണ്ട, മരിക്കണ്ട, എന്റെ മൂത്ത മകനെ ഓർത്ത് എനിക്ക് ജീവിക്കണം എന്ന് വിചാരിച്ച് ആ മരണത്തിൽ നിന്ന് അങ്ങ് ഒഴിവായി. എന്നിട്ട് എനിക്ക് തിരിച്ചു വീട്ടിൽ പോകാൻ എനിക്ക് വഴി അറിയത്തില്ല. ഏതിലേ കൂടെ പോകണം, എങ്ങനെ പോകണം എന്നുള്ളത് എനിക്കറിയത്തില്ല. വന്നത് മരിക്കാനല്ലേ, അപ്പൊ പിന്നെ വഴിയൊന്നും ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഞാന് ഈ പ്രകാശം എന്നെ, ആ പ്രകാശത്തിനകത്ത് ഞാനായിട്ട് ആ പ്രകാശം എന്നെ എന്റെ വീട്ടിൽ കൊണ്ടെത്തിച്ചു. എങ്ങനെ കൊണ്ടെത്തിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. ആ പ്രകാശം എന്നെ അങ്ങ് ചുറ്റി മിന്നിയിട്ട് ആ പ്രകാശം, ഞാൻ തുറന്നിട്ടേച്ച് പോകുന്ന വാതിൽ അതുപോലെ തുറന്നു കിടപ്പുണ്ട്, ആരും എഴുന്നേറ്റില്ല. അപ്പൊ ഞാൻ 1 മണിക്ക് ഇറങ്ങി പോകുന്നു. അപ്പൊ ആ സമയത്ത് കയറി ചെല്ലുന്ന സമയത്ത് ഒരു 4 മണി സമയമായി. അമ്മയൊക്കെ ആ സമയത്ത് എഴുന്നേൽക്കുന്നതാ, ആരും എഴുന്നേറ്റിട്ടില്ല. എല്ലാവരും നല്ല ഉറക്കമാണ്. ഞാനും പോയി അതുപോലെ തന്നെ ഒന്നും അറിയാത്തതുപോലെ അവിടെ പോയി കിടന്നു. അങ്ങനെ ആ മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. പിന്നെ ആ മരിക്കണമെന്നുള്ള ചിന്ത വിട്ടുപോയി. എങ്ങനെയെങ്കിലും ഇനി എനിക്ക് എന്റെ വീട്ടിൽ പോകണം, എന്റെ വീട്ടിൽ പോയി ഈ 2 കുഞ്ഞുങ്ങളുമായിട്ട് പോയിട്ട് എനിക്ക് കുഞ്ഞുങ്ങളെ വളർത്തി അവിടെ ജീവിക്കണം. എന്റെ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളോടും എന്നോടും എല്ലാം പ്രത്യേക താല്പര്യം, അവർക്ക് വലിയ സ്നേഹമൊക്കെയാണ്. അപ്പൊ ആ സ്നേഹം എന്നും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ അങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ചു. അതിനുള്ളതാകുന്ന സാഹചര്യങ്ങളും സമയങ്ങളും ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് എല്ലാവരും ഉള്ളത് കൊണ്ട് എനിക്ക് ഒരിക്കലും അങ്ങനെ പോകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഞാന് ഒരു സമയം കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു വൃശ്ച മാസത്തില് ഈ ഓച്ചറ ഭജനം ഇരിക്കുന്ന അമ്മ 12 ദിവസം ഭജനം ഇരിക്കാൻ പോകും. ആ സമയത്ത് ഈ മകനെ വിളിച്ച് വീട്ടിലാക്കിയിട്ട്, എന്റെ ഹസ്ബൻഡിനെ വീട്ടിലാക്കിയിട്ട്, എനിക്ക് കാവലിനായിട്ട് എന്ന് പറഞ്ഞാല് വീട്ടിലാക്കിയിട്ടാ പോകുന്നത്. ജോലിക്ക് പോകാതെ വീട്ടിൽ നിർത്തിയിട്ടാ പോകുന്നത്. ഇദ്ദേഹം ചിലപ്പോൾ 4 മണി കഴിയുമ്പോഴോ 5 മണിയൊക്കെ ആകുമ്പോഴോ അടുത്ത കൂട്ടുകാരുടെ കൂടെ കുറച്ച് അകലെയായിട്ട് പോയിരുന്ന് അവിടെ ചീട്ട് കളിക്കാനായിട്ടൊക്കെ പോയിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരുന്ന ആ സമയത്ത് ഞാൻ ഒരു ദിവസം ചിന്തിച്ചു, എന്തായാലും എനിക്ക് വീട്ടിൽ പോകണം, എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ ഈ കുഞ്ഞുമായിട്ട് ഒരു ദിവസം ഞാൻ ഇറങ്ങി. ഇദ്ദേഹം അവിടെ ഇല്ലാഞ്ഞ സമയത്ത് ഇറങ്ങി. എനിക്ക് ബസ് വരുന്ന സ്ഥലത്ത് വരെ എത്തണമെങ്കിൽ ഒരു 2 കിലോമീറ്ററോളം നടക്കണമെന്ന്. അവിടെ ചെന്ന് അങ്ങനെ ഞാൻ റോഡിലെത്തിയ സമയത്ത് ഇദ്ദേഹം എങ്ങനെയോ അറിഞ്ഞിട്ട് വന്ന് ഞങ്ങളെ കണ്ടു. ഇദ്ദേഹം കുഞ്ഞിനെ വാങ്ങിച്ചു. മിണ്ടാതെ ഞാനും പുറകെ പോയേ പറ്റത്തുള്ളൂ. അങ്ങനെ എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് കിട്ടണം, അതിനു വേണ്ടിയിട്ട്. പിന്നീട് ഞാൻ ഇങ്ങനെ ഇറങ്ങി പോകുന്നു എന്ന് കണ്ടപ്പം അദ്ദേഹം എന്റെ മൂത്ത മകനെയും കൂടി ഈ വീട്ടിൽ കൊണ്ടുവന്നു, കരുനാഗപ്പള്ളിയിൽ കൊണ്ടുവന്നു. അപ്പൊ 2 കുഞ്ഞുങ്ങളുമായി. ഇനി എങ്ങും പോകത്തില്ലല്ലോ, 2.5 വയസ്സും ഏകദേശം ഒരു 9-8 മാസം പ്രായമായ കുഞ്ഞു. ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരിടത്തും അങ്ങനെ ഓടിപ്പോകത്തില്ലല്ലോ. അങ്ങനെ അവിടെ നിന്നു. അമ്മ 12 ദിവസം കഴിഞ്ഞ് വരുന്നതിന് മുൻപ് തന്നെ എനിക്ക് പോരണമെന്ന് എനിക്ക് ഭയങ്കര വാശിയായി. അമ്മ വന്നു കഴിഞ്ഞാൽ എനിക്ക് പോരാൻ പറ്റത്തില്ല. ആ സമയത്ത് ഇതുപോലെ അദ്ദേഹം ഒരു ദിവസം പോയ സമയത്ത് 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ ചീട്ട് കളിക്കാൻ പോയ സമയത്ത് 2 കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു 5 മണി സമയമാണ്. ഇദ്ദേഹം അങ്ങോട്ട് പോയി കഴിഞ്ഞ ഉടനെ തന്നെ 2 മണിക്കൂർ കഴിഞ്ഞാൽ തിരിച്ചു വരുവുള്ളല്ലോ. അതുകൊണ്ട് ആ 2 മണിക്കൂറിനകം ഞങ്ങൾക്ക് ബസ് വരുന്നിടത്ത് എത്താമല്ലോ എന്ന് വിചാരിച്ച് 2 കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനിയും ഇദ്ദേഹം എന്നെ കണ്ടുപിടിക്കും. ഞാനും ഈ 2 കുഞ്ഞുങ്ങളും കൂടെ നടന്നാൽ എത്ര ദൂരം എത്തും, അതുകൊണ്ട് ഞങ്ങളെ വന്ന് പിടികൂടുമെന്നറിയാം. ഞങ്ങള് ഒരു കായൽ കടന്ന് വേണം, വള്ളത്തേൽ വേണം അക്കരയോട്ട് കടക്കാൻ. ആ വള്ളത്തെ കയറി അക്കരെ കടന്നപ്പോഴും അവിടെ എനിക്കൊരു പരിചയമില്ല. ആ വീടുകളിലെങ്ങും ഞാൻ പോയിട്ടില്ല, ആരോടും സംസാരിച്ചിട്ടില്ല. അവിടെ 2-3 സഹോദരിമാര് നിന്നിട്ട് എന്നോട് ചോദിച്ചാൽ എന്താ ഏതാന്നൊക്കെ. ഞാൻ പറഞ്ഞു സിനിമയ്ക്ക് പോവാ.
എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു പുറകെ ആള് വരുന്നുണ്ട്, പുറകെ ആള് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞു. അന്നേരം അവര് പറഞ്ഞു, നീ എന്തായാലും ഇങ്ങോട്ട് വാ, കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ സന്ധ്യ സമയത്ത് നീ എങ്ങും പോകണ്ട, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഈ വീട്ടുകാരുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരായിരിക്കും അവര്. അങ്ങനെ അവരെന്നെ വിളിച്ച് അവരുടെ വീടിനകത്ത് കയറ്റിയിട്ട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഇവിടെ നിൽക്ക്, പിന്നെ കാര്യങ്ങളെല്ലാം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ എനിക്ക് പോകണം, അത് മാത്രമേ എനിക്കുള്ളൂ. ആരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല, എന്റെ ഹസ്ബൻഡ് എന്നെ അടിച്ചില്ല, തന്നെയില്ല, ഒന്നുമില്ല. പക്ഷെ എനിക്ക് എന്റെ വീട്ടിൽ പോകണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാ എന്ന് സത്യം അവരോട് പറഞ്ഞു. അന്നേരം പറഞ്ഞു, നീ ഇവിടെ നിൽക്കുക, പിന്നെ ഞങ്ങൾ ബസ് കയറ്റി വിടാം, പക്ഷെ ഇന്ന് പോകാൻ പറ്റത്തില്ല, ഇന്ന് അവരെല്ലാം അന്വേഷിച്ച് നടക്കുന്ന സമയമാണ്. അങ്ങനെ പറഞ്ഞു. അങ്ങനെ രണ്ട് ദിവസം ആ വീട്ടിൽ തന്നെ താമസിച്ചു. അവര് കുഞ്ഞുങ്ങൾക്ക് വേണ്ടതെല്ലാം കൊടുത്തു. അങ്ങനെ അവിടെ താമസിച്ചു. ഒരു പരിചയമില്ലാത്തവരാ. അങ്ങനെ 3-ാം ദിവസം അവിടെ ആൾക്കാരെ വിട്ടിട്ട് ബസ് വരുന്നിടത്ത് ഇവരുടെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ, ഇദ്ദേഹം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഞങ്ങളെ ഇവര് കൊണ്ടുവന്ന് വണ്ടിക്കൂലി തന്ന് ആ ബസ്സിൽ, കരുനാഗപ്പള്ളി കൂടുതൽ ബസ്, ആ ബസ്സിൽ കയറ്റി വിട്ടു. അങ്ങനെ ഞങ്ങള് കൂടുതൽ വരുവാനിടയായി. അപ്പൊ എന്റെ 2 കുഞ്ഞുങ്ങളെയും എനിക്ക് കിട്ടിയതുകൊണ്ട് എനിക്ക് സന്തോഷമായി. ഇനി എനിക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കാനില്ല, ഇനി ഞാൻ ആ വീട്ടിൽ പോകത്തില്ല എന്ന് ഭയങ്കര വാശിയായി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ വന്ന് ആരോടും പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ വന്നതാണെന്നും ഒറ്റയ്ക്ക് വന്നതാണെന്നൊന്നും പറഞ്ഞില്ല. അപ്പൊ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് കുഞ്ഞുങ്ങളോട് ഭയങ്കര താല്പര്യവും സ്നേഹവുമാണ് എന്റെ വീട്ടിലുള്ളവർ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലെത്തി. 2 ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഹസ്ബൻഡ് വന്നിട്ട് ഒരു ദിവസം രാവിലെ വന്നിട്ട് പരിസരത്തൊക്കെ അന്വേഷിച്ചു കാണും. അങ്ങനെ വന്ന് ഞങ്ങൾ ഉണ്ടോന്ന്, അങ്ങനെ വന്ന് ഞാൻ ഇരുന്നിടത്തുനിന്ന് എന്നെ കൈക്ക് പിടിച്ച് വലിച്ച് കൊണ്ടുപോയി. എന്റെ പിതാവ് പറമ്പില് പണി ചെയ്തുകൊണ്ടിരിക്കുന്നു, അവിടെ കൊണ്ടുപോയി അച്ഛന്റെ കൈ കൊണ്ടുവന്ന് എന്റെ കൈ പിടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇനിയും ഇവളെ ഞാൻ വന്ന് വിളിച്ചിട്ടല്ലാതെ അങ്ങോട്ട് വിടരുതെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. എന്നെ വീട്ടില്ല, അത്രേ ഉള്ളു കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് പോകുന്നതാ, പറഞ്ഞില്ല, പറയാതെ വന്നതാണെന്ന് പറയും. മറ്റു കാര്യങ്ങളൊന്നും പറയാൻ പോയില്ല. ക്ഷമിക്കണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, എന്റെ പിതാവ് ഒത്തിരി പറഞ്ഞ് കുടുംബമായാല് എന്ത് വിഷയം ഉണ്ടായാലും സ്ത്രീകൾ സഹിച്ചു നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ ഉള്ള സാഹചര്യത്തിൽ നിന്നും ആ സ്വരത്തിനൊക്കെ വ്യത്യാസം വരാൻ തുടങ്ങി. അങ്ങനെ അവിടെ എന്നാലും വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവിടെ തന്നെ നിന്നു. അവിടെ തന്നെ നിന്നിട്ട് 1 വർഷമായപ്പോഴത്തേക്ക് എന്റെ ഇളയ സഹോദരിയുടെ വിവാഹം ആലോചനയൊക്കെ വന്നു. അവരുടെ ആൾക്കാരൊക്കെ വരാനും പോകാനും ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് വീട്ടിലെ പുരയിടത്തിൽ തന്നെ ഒരു 2 ഏക്കറിൽ കൂടുതൽ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങളുടെ വസ്തുവില് ഒരു ചെറിയ വീട് വെച്ച് തന്നു. എന്റെ പിതാവ് തന്നെ വെച്ച് തന്നു. ഒരു മുറിയും അടുക്കളയുമായിട്ടുള്ള മൺകട്ട കെട്ടിയ ഓലമേഞ്ഞ വീട്. അതിനകത്ത് എന്റെ കുഞ്ഞുങ്ങളെയും നിങ്ങൾ ഇനി അവിടെ പോയി താമസിച്ചു എന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചോളാൻ പറഞ്ഞു. എനിക്ക് പുറത്തു പോയി ജോലി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ എങ്ങനെ ജോലി ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ അവിടെ പോയി താമസിക്കും. വീട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ പണി ചെയ്തിട്ട്, അപ്പം പശുവൊക്കെ ഉണ്ട്, 1-2 പശുക്കള് കറക്കാനൊക്കെ ഉണ്ട്, ഒത്തിരി അതുപോലുള്ള ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനും കൂട്ടത്തിൽ ജോലി ചെയ്യും. ഞാൻ വിചാരിച്ചു ഇത്രയും ഇതെങ്ങനെ ജീവിക്കും. മറ്റ് ആൾക്കാർ ഈ ഇളയ കുഞ്ഞുങ്ങളെയൊക്കെ വിവാഹം കഴിച്ച് അവരുടെ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് എന്നോട് ഈ സ്നേഹം പോലും കാണത്തില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് എനിക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ലാതെ വന്നിട്ട് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെന്ന്, പൈസ ഉണ്ടാക്കണം, അതിനുള്ള വഴി എന്തുവാ ഒന്നും എനിക്കറിയത്തില്ല. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു. അതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി. ഇനിയും ദൈവത്തിന് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. അത് ആ വിധത്തില് അന്ന് ഞങ്ങൾ ജനിച്ചു വളർന്ന പാരമ്പര്യം അനുസരിച്ച് ഹൈന്ദവ ആചാര പ്രകാരമുള്ള ഒരു ക്ഷേത്രത്തിൽ പോയിരുന്ന് എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും വെള്ളവസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് പോയിരുന്ന് ഭാഗവതം വായിക്കും. രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെ കുളിച്ച് റെഡിയായി പോയിട്ട് ഒരു 4 മണി വരെയും അവിടെ ഇരുന്ന് ഭാഗവതം വായിക്കുകയും
ഞാൻ ആദ്യം തന്നെ ഒരു വ്യക്തി പോലും ആ ക്ഷേത്രത്തിൽ കടന്നു വരുന്നതിന് മുൻപ് തന്നെ പൂജാരി വന്ന് ആ ക്ഷേത്രം തുറക്കുന്ന സമയത്ത് തന്നെ ആദ്യം ഞാൻ ചെല്ലും. എന്റെ സങ്കടമെല്ലാം ഞാൻ ആ ദേവനോട് പറയും. ആ ദേവന്റെ മുൻപിൽ വീണ് കടന്ന് ഞാൻ കരയും. എനിക്ക് കിട്ടുന്ന നന്മയുടെ നല്ലൊരു ഭാഗം ഞാൻ ആ ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കും. എല്ലാം ചെയ്യും. എത്ര എന്തെല്ലാം ചെയ്തിട്ടും എന്റെ ഹൃദയത്തിന് യാതൊരു ആശ്വാസമോ സമാധാനമോ ഒന്നും ലഭിച്ചില്ല. പിന്നീട് ആ പൂജാരി ക്ഷേത്രം തുറന്നിട്ട് വന്നിട്ട് അങ്ങ് കുടിക്കാൻ പോകും. ആ സമയത്ത് ഈ ബിംബത്തെ എല്ലാം, ബിംബമാണെന്നൊന്നും അന്ന് അറിയത്തില്ലല്ലോ, ആ ബിംബത്തെ എല്ലാം വൃത്തിയാക്കുന്നതും പോലെ വാരി കളയുന്നതും അതിനെ കുളിപ്പിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ ചെയ്യും. അപ്പൊ ആരുമില്ലല്ലോ അവിടെ. ആ സമയത്ത് ഞാൻ ഈ ബിംബത്തിന്റെ മുൻപിൽ വീണ് കിടന്ന് എന്റെ സങ്കടങ്ങൾ മുഴുവനും പറയും. നല്ലൊരു ഒരു നന്മ കൊണ്ടുവന്ന് ആ ദേവന്റെ മുൻപിൽ വയ്ക്കും. എന്നെ സഹായിക്കണം. എന്റെ മനസ്സിന് സ്വസ്ഥതയില്ല, സമാധാനമില്ല. സമാധാനത്തിന് വേണ്ടി ആഗ്രഹിച്ചാണ് ഇതെല്ലാം ചെയ്തത്. ഒരു സമാധാനം എനിക്ക് കിട്ടില്ല. ചില വർഷങ്ങൾ ഞാൻ അങ്ങനെ പോയി ഭാഗവതം വായിക്കുകയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഒരു ആശ്വാസമോ സമാധാനമോ ഒന്നും ലഭിച്ചില്ല. അതിനുശേഷം പിന്നീട് ഞാൻ ഒരിടത്തും പോകുന്നില്ല. ഇനി ഇതല്ലായിരിക്കും ദൈവം, ഇതിനപ്പുറത്ത് വേറെ ഏതെങ്കിലും ഒരു ദൈവം ഉണ്ടായിരിക്കും. ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, പള്ളിയിൽ പോകാൻ കഴിയത്തില്ല. അപ്പം ഇതല്ലായിരിക്കും ദൈവം, വേറെ ഏതെങ്കിലും ഒരു ദൈവം ഉണ്ടായിരിക്കും. ആ ദൈവത്തെ എനിക്ക് കാണണം. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ലോകത്തിൽ ഒരു ദൈവമേ ഉള്ളെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് ഹിന്ദുക്കൾ ആരാധിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവമാണെങ്കിൽ അതെനിക്ക് കാണിച്ചു തരണം. അതല്ല മുഹമ്മദ് നബിയാണ് ദൈവമെങ്കിൽ അതെനിക്ക് വെളിപ്പെടുത്തി തരണം. അതല്ല ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന യേശു ക്രിസ്തുവാണ് ജീവനുള്ള ദൈവമെങ്കിൽ അതെനിക്ക് വെളിപ്പെടുത്തി തരണം. ആ സത്യ ദൈവത്തെ, എന്റെ ആത്മാവിനെ, എനിക്ക് അന്ന് അങ്ങനെ പറയാനേ അറിയത്തുള്ളൂ, എന്റെ ആത്മാവിനെ എനിക്ക് തന്ന ദൈവം ഏതാണ്, ആ ദൈവത്തെ എനിക്ക് കാണിച്ചു തരണം. ആ ദൈവത്തെ എനിക്ക് കാണിച്ചു തന്നാല് ആ ദൈവത്തിന് വേണ്ടി ഞാൻ എന്റെ ജീവിതകാലം മുഴുവനും ജീവിച്ചോളാം. അന്ന് ആ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്നൊന്നും മനസ്സിലാക്കിയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എന്റെ ആ വേദന കൊണ്ട് ഞാൻ അന്നേരം അങ്ങനെ പറഞ്ഞതാ. അങ്ങനെ ഞാൻ പറഞ്ഞു. ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീട്ടിലിരുന്ന് കരയും. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ഉറക്കി അപ്പുറം ഇപ്പുറം കിടത്തിയിട്ട് നടുക്ക് ഞാനിങ്ങനെ കിടക്കും. കുഞ്ഞുങ്ങൾ ഉറങ്ങി കഴിയുമ്പോൾ ഒരു തലയണ എടുത്ത് നടുക്ക് വെച്ചിട്ട് കുറച്ച് അപ്പുറത്തോട്ട് മാറി ഇരുന്ന് ഞാൻ ഏങ്ങനെ അടിച്ച് കരയും. ദൈവത്തെ എനിക്ക് കാണണം. ഞാൻ പറഞ്ഞു, ഈ ഞങ്ങൾ ജനിച്ചു വളർന്ന ആരാധന പ്രകാരം ഹൈന്ദവ രീതിയിൽ മുന്നോട്ട് കടന്നുപോയാൽ ഈ കുഞ്ഞുങ്ങളും മദ്യപാനികൾ വളർന്നു വരുമ്പോ മദ്യപാനികളും ഒക്കെ ആയിട്ട് അവർ ലോകത്തിലെ പാപമുള്ളവരായിത്തീരും. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഞാൻ ഈ പള്ളിയിൽ പോകുന്ന സമയത്ത് എനിക്ക് സ്വർഗവും നരകവും ഉണ്ടെന്നുള്ളത് ആ പള്ളിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പാപം ചെയ്ത് ജീവിച്ചാല് നരകത്തിൽ പോകും, പാപം ചെയ്യാതെ ജീവിച്ചാല് സ്വർഗത്തിൽ പോകും. ആ പള്ളിയിൽ നിന്ന് പഠിച്ച ഒരു പാട്ടുണ്ട്, മാനത്തിനപ്പുറത്ത് എന്താണ്, മാലാഖമാരുടെ നാടാണ്, ദൈവം വസിക്കുന്ന വീടാണ്, സ്വർഗം അതിന്റെ പേരാണ്, പുണ്യത്തിൻ പൂമണം പോകുന്ന ഓമന പൂമലർ കാവാണ്, നമ്മൾ കൊതിക്കുന്ന നാടാണ്, ദൈവമക്കൾക്ക് ഇത് വീടാണ്. എന്ന് ഞാൻ ദൈവത്തെ സ്നേഹിക്കും, ദൈവമേ എന്നെ സ്നേഹിക്കും. 9 വയസ്സുള്ളപ്പം പഠിച്ച പാട്ടാ. അതിന്നും മറന്നിട്ടില്ല. ആ പള്ളിയിൽ പഠിച്ച. അപ്പൊ സ്വർഗവും നരകവും ഉണ്ടെന്നുള്ളത് പള്ളിയിൽ പോയപ്പോഴേ മനസ്സിലാക്കി. അങ്ങനെ പാപം ചെയ്യാതെ ജീവിക്കണം, എന്റെ കുഞ്ഞുങ്ങൾ പാപം ചെയ്യാതെ ജീവിക്കണം, സ്വർഗത്തിൽ പോകണം എന്നുള്ള താല്പര്യം ഹൃദയത്തിൽ വന്ന് അങ്ങനെ സത്യം അന്വേഷിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ജീവനുള്ള ദൈവം ഏതാണ്, ഞങ്ങളെ സൃഷ്ടിച്ച എന്റെ ആത്മാവിനെ എനിക്ക് തന്ന ദൈവം ഏതാണ്, ആ ദൈവത്തെ എനിക്ക് കാണിച്ചു തരണം. എന്റെ കുഞ്ഞുങ്ങളെ നരകത്തിൽ വിടരുത്, എന്റെ കുഞ്ഞുങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകണം, ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകണം, അതിനുള്ള വഴി കാണിച്ചു തരണം. ഇത്രേ പ്രാർത്ഥിക്കാൻ അറിയത്തുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കാൻ കരയും, അങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കും. അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞ ഒരു ദിവസം രാത്രിയില് 11 മണിയായപ്പോ ഞാൻ ഇതുപോലെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു അബോധാവസ്ഥ പോലെ തോന്നി. ഒരു അബോധാവസ്ഥ, ഒരു ഉറക്കം പോലെ വന്നിട്ട് ഒരു അബോധാവസ്ഥ പോലെ തോന്നിയിട്ട് ഞാൻ ഒരു ദർശനം കാണുകയാണ്. ദർശനമാണെന്നൊന്നും എനിക്ക് അന്ന് അറിയത്തില്ലത്, എന്താണെന്നൊന്നും അന്ന് അറിയത്തില്ല. ഞാൻ കാണുക വളരെ അകലെയായിട്ട് ഒരു പ്രകാശം, അത് വളരെ ദൂരത്തിലാണ്.
അത് പ്രകാശം എന്ന് പറഞ്ഞാല് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ കാണുന്ന ആ ചുമപ്പ് കളർ, ആ റെഡ് കളറിലെ ആ പ്രകാശം പോലെ ഒരു പ്രകാശം. ആ പ്രകാശം ഇങ്ങനെ ആയിരുന്ന ഇടത്ത് നിന്ന് അങ്ങ് പൊങ്ങിട്ട് അത് വലുതായി വലുതായി ആ വലിയ ഒരു മേഘപടലം പോലെ ആ പ്രകാശമായി. എന്നിട്ട് ആ പ്രകാശം അവിടെ നിന്ന് ഉയർന്നിട്ട് എന്റെ അടുത്തേക്ക് വരാനായിട്ട് തുടങ്ങി. ഭൂമിയിലും തൊട്ടിട്ടില്ല, ആകാശത്തിലും തൊട്ടിട്ടില്ല. ആ പ്രകാശം അടുത്തടുത്ത് വന്നിട്ട് ഈ പ്രകാശം ഇങ്ങനെ അടുത്ത് വരുമ്പോഴും എന്റെ ശരീരത്തിൽ ചൂട് അനുഭവിക്കാനായിട്ട് തുടങ്ങി. ഭയങ്കരമായിട്ട് ചൂട് അനുഭവിക്കാൻ തുടങ്ങി. അങ്ങനെ ആ പ്രകാശം വന്നിട്ട് മധ്യത്തില്, ഭൂമിയിലും തൊട്ടിട്ടില്ല, ആകാശത്തും തൊട്ടിട്ടില്ല, അങ്ങനെ വന്ന് മധ്യത്തിൽ നിന്നിട്ട് ഈ പ്രകാശം ഒരിടത്തോട്ട് ഒരു ഭാഗത്തേക്ക് ആ വെളിച്ചം മാറിയിട്ട് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു മനുഷ്യനായിട്ട് രക്തം ഒഴുകി ക്രൂശിക്കപ്പെട്ട അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നത് കാണുവാനായിട്ടിടയായി. അങ്ങനെ കണ്ടിട്ട് കർത്താവിന്റെ വലതുഭാഗത്തായിട്ടോ ഒരു ദൈവദൂതൻ നിൽക്കുന്നു. ആ ദൈവദൂതൻ കർത്താവ് എന്നോട് ഒന്നും പറഞ്ഞില്ല. ആ മനുഷ്യരൂപത്തിൽ കർത്താവ് അങ്ങനെ നിൽക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ. എന്നിട്ട് കർത്താവിന്റെ ദൃഷ്ടി മുഴുവനും എന്നെയാ, പക്ഷെ ഒന്നും സംസാരിച്ചില്ല. കർത്താവിന്റെ വലതുഭാഗത്ത് ദൈവദൂതൻ നിന്നിട്ട് കൈ ഉയർത്തിയിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് സമാധാനം എന്ന് പറഞ്ഞു. നിനക്ക് സമാധാനം എന്ന് പറഞ്ഞ ആ ശക്തി ഒരു ഭയങ്കരമായിട്ട് എന്നിലേക്ക് പതിക്കുവാനിടയിൽ എന്റെ ഹൃദയത്തിലോട്ട് ആ ശക്തി അങ്ങ് പതിച്ചിട്ട് എന്നിൽ നിന്ന് എന്തോ ഒരു ശക്തി അങ്ങ് വിട്ടുപോയി. എന്നിൽ നിന്ന് എന്തോ ഒരു ശക്തി വിട്ടുപോയിട്ട് മറ്റൊരു ശക്തി എന്നെ ഭരിക്കുവാനായിട്ട് തുടങ്ങി. എന്റെ ശരീരം ചലിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എനിക്കപ്പൊ തോന്നി എനിക്ക് സുബോധമില്ലാതെ വന്നതാണോ, എന്താ ഞാൻ ഈ കാണുന്നത് എന്ന് ഞാൻ പെട്ടെന്ന് ഉണർന്നു. എനിക്ക് മനസ്സിലായി, യേശു ക്രിസ്തുവാണിത്, യേശു ക്രിസ്തു ദൈവമാണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നതാ. അപ്പം സ്വർഗത്തിലെ ദൂതനാണെന്ന് പറയാൻ അറിയത്തില്ല, മാലാഖയാണെന്നേ അറിയത്തുള്ളന്ന്. പള്ളിയിൽ അങ്ങനെ ആണല്ലോ പഠിച്ചിട്ടുള്ളത്. അപ്പൊ മാലാഖ എനിക്ക് പ്രത്യക്ഷമായി, യേശു എനിക്ക് പ്രത്യക്ഷമായി എന്നെ എന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കാൻ വന്നതാണ്. സാക്ഷാൽ ജീവനുള്ള ദൈവം യേശു ക്രിസ്തു മാത്രമാണ്. ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയാൻ തുടങ്ങി. എന്നോട് ആരും പറഞ്ഞിട്ടില്ല, സുവിശേഷമൊന്നും എനിക്ക് അറിയത്തില്ല. എന്നാൽ ഞാൻ പറയാൻ തുടങ്ങി, സാക്ഷാൽ യേശു ക്രിസ്തുവാണ് ജീവനുള്ള ദൈവം, യേശു ക്രിസ്തുവാണ് സാക്ഷാൽ ദൈവം എന്നിങ്ങനെ പറയാൻ തുടങ്ങി. അവിടെ ഇരുന്നോണ്ട് പറഞ്ഞ് അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. പിന്നെ പല ദിവസങ്ങളിലും ഇതേ രൂപത്തില് കർത്താവ് ഇങ്ങനെ എനിക്ക് എന്റെ അടുത്ത് വരികയും പറയുകയും ചെയ്യുവാനിടയിൽ. ആ സമയത്ത് എന്റെ 22ാമത്തെ വയസ്സ് മുതൽ എനിക്ക് ഒരു ഓപ്പറേഷന് വേണ്ടി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ രോഗം ആ സമയത്ത് എന്നിൽ നിന്ന് പൂർണ്ണമായി മാറ്റപ്പെട്ടു. പൂർണ്ണമായിട്ട് ആ രോഗം വിട്ടുമാറി. അങ്ങനെ കർത്താവ് എന്നെ സൗഖ്യമാക്കിയ വലിയ ദൈവിക സമാധാനം ആ സമയത്ത് എനിക്ക് തന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, യേശു ക്രിസ്തു ആ ദൈവം, യേശുവിന് വേണ്ടി ജീവിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയെങ്കിലേ പറ്റത്തുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ ഈ കുടുംബ പശ്ചാത്തലം അനുസരിച്ച് യാതൊരു വിധത്തിലും ഇവിടെ നിന്ന് ഇനി രക്ഷപ്പെട്ട് പള്ളിയിൽ പോകുന്ന കാര്യം ശരിയാകത്തില്ല. അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശു ക്രിസ്തു മാത്രം ആ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള വഴി എനിക്ക് തുറന്നു തരണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പല ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചത് ഒരു ദിവസം ഇങ്ങനെ ഞാന് ഈ ക്ഷേത്രത്തില് നേരത്തെ പോയ പരിചയമുണ്ടല്ലോ, അങ്ങനെ ഞാൻ ആ ക്ഷേത്രത്തിലെ പൂജാരിയുടെ ഭാര്യയുമായിട്ട് എനിക്ക് വലിയ അടുപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ക്ഷേത്രത്തിലെ പൂജാരിയുടെ ഭാര്യ സുഖമില്ലാതെ കിടക്കുന്നത് കണ്ടപ്പോൾ, അന്നും ഒരു ഞായറാഴ്ച ദിവസമാണ്, ഞാന് അവരെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. രാവിലെ കുളിച്ചൊരുക്കി വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് അമ്പലത്തിലോട്ട് നോക്കാതെ പോലും ഞാൻ അമ്പലത്തിന്റെ പടിക്കൽ കൂടെ പൂജാരിയുടെ വീട്ടിൽ ചെന്നു. പൂജാരിയുടെ വീട്ടിൽ ചെന്ന് അവരെ കാണാനായിട്ടാ പോയത്. ഞാൻ അവിടെ ചെന്നപ്പോ ഞായറാഴ്ച ദിവസമായിരുന്നല്ലോ. ആ പൂജാരിയുടെ വീട്ടില് സുവിശേഷം പറയാനായിട്ട് അസംബ്ലി സ്കൂൾ സഭയിലുള്ള ഒരു സഹോദരൻ പലപ്പോഴും അവിടെ വരുന്നതായിരിക്കും. അവിടെ വന്ന് അവരോട് സുവിശേഷം പറയുന്നുണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോ അദ്ദേഹം എന്നെ കണ്ടിട്ട്, എന്നെ അറിയത്തില്ലല്ലോ, അപ്പൊ എന്നെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നാ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഈ യേശു ക്രിസ്തുവിനെ കണ്ട ഇതെല്ലാം ആ ദർശനമില്ല എന്റെ മനസ്സിലുള്ളത് കൊണ്ട് ഇദ്ദേഹം പ്രാർത്ഥിച്ചപ്പോ ഞാനും എഴുന്നേറ്റ് നിന്നു. വളരെ കരഞ്ഞു. യേശുവേന്ന് വിളിച്ച് ഞാനും കരഞ്ഞു. അപ്പൊ എനിക്ക് യേശു ക്രിസ്തുവിനോടാണ് ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഞാൻ കരയുന്ന കണ്ടപ്പോ ഈ അച്ഛൻ എന്നോട് ചോദിച്ചു, യേശുവിനെ വിശ്വാസമാണോ എന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട്, എന്നാൽ അടുത്ത ഞായറാഴ്ച ഇങ്ങോട്ട് വാ, ഇവിടോട്ട് വാ, ഞാനിവിടെ വരാം, കുറച്ച് കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അച്ഛാൻ ഇപ്പൊ എവിടെ പോവാം? ഞാൻ ചർച്ചിൽ പോവാ എന്ന് പറഞ്ഞു. ചർച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ചു എന്തുമായാലും ഒരു ക്രിസ്തീയ കൂട്ടായ്മയാണല്ലോ, ആയിരിക്കും, ഒരു പള്ളി ആയിരിക്കുമല്ലോ, അച്ഛൻ ഒരു ക്രിസ്ത്യാനിയാണല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ഞാനും വരാം എന്ന് പറഞ്ഞു. അന്നേരം എന്നാ പോരെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ട് ഏതെങ്കിലും ഒരു പള്ളിയിലായിരിക്കുമല്ലോ പോകുന്നതെന്ന് വിചാരിച്ച് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോയി. അതൊരു 2-3 കിലോമീറ്റർ ദൂരം നടക്കണം. അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ചർച്ചിന് കുറച്ച് പുറത്തായിട്ട് ഒരു 1/2 കിലോമീറ്റർ പുറകില് അദ്ദേഹത്തിന്റെ അനിയന് കുടുംബം താമസമുണ്ട്. അവരും പൊതുവാറ അസംബ്ലി സ്കൂൾ സഭയില് പോകുന്ന വ്യക്തികളാണ്. അവിടെ നിന്നാണ് ഒരച്ഛന് ഇവിടെ അമ്പലത്തിൽ സുവിശേഷം പറയാൻ വന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് ഈ അനിയത്തിയെ എന്നെ ഏൽപ്പിച്ചു. നീ വരുമ്പോ ഈ സഹോദരിയെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോരെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവിട്ടു. അവർക്ക് ഭയങ്കര സന്തോഷമായി. അവരോടൊപ്പം ഞാനും പള്ളിയിൽ പോകാൻ തുടങ്ങി. ഒരു 4 മാസം ഞാൻ ഒറ്റയ്ക്ക് പോയി. പിന്നെ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. ഞാൻ പള്ളിയിലാ പോകുന്നത്, അമ്പലത്തിലല്ല എന്നുള്ള വെള്ളവസ്ത്രമൊക്കെ ധരിച്ചു പോകുന്നെങ്കിലും അമ്പലത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പള്ളിയിലാ പോകുന്നത് എന്നുള്ളത് എന്റെ വീട്ടിൽ എല്ലാവർക്കും അറിവ് കിട്ടി. സമുദായക്കാരൊക്കെ അറിഞ്ഞു, SNDP അറിഞ്ഞു. വലിയ പ്രശ്നമായി, വീട്ടിൽ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പക്ഷെ ഞാന് ഈ വീടിനകത്ത് മാത്രം ഒതുങ്ങി കഴിഞ്ഞ വ്യക്തി ആയതുകൊണ്ട് അവിടെയും അത് തന്നെ ഇവിടെയും അത് തന്നെ. എനിക്ക് ഈ മനുഷ്യനോടൊന്നും കൂടുതൽ സംസാരിക്കാനും ഒന്നും അറിയത്തില്ല. എങ്ങനെ സംസാരിക്കണം, ഒരു സാധനം കടയിൽ പോയി എങ്ങനെ വാങ്ങിക്കണം, കിലോ കണക്കിന് വാങ്ങിക്കണോ, ഗ്രാം കണക്കിന് വാങ്ങിക്കണോ, അതൊന്നും എനിക്കറിയത്തില്ല. അതേ അവസ്ഥയിലായിരുന്നു. അങ്ങനെ ആയിരുന്നു ഞാൻ ഈ അച്ഛാന്റെ കൂടെ പോയി, പള്ളിയിൽ പോയി. അവിടെ ചെന്ന് അസംബ്ലി സ്കൂൾ സഭയില ഞാൻ പോയി ഏറ്റവും പുറകിലിരുന്നു. ആരാധന കഴിഞ്ഞു, ഞാൻ തിരിച്ചു പോന്നു. കൂടുതലായിട്ട് ആരും ഒന്നും ചോദിച്ചില്ല. പാസ്റ്റർ ഭാര്യയൊക്കെ സംസാരിച്ചു, വിവാഹം കഴിച്ചാന്നോ, മക്കളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അവര് കൂടുതലൊന്നും ചോദിച്ചില്ല. അങ്ങനെ എല്ലാ ഞായറാഴ്ചയും ഞാൻ പോകാൻ തുടങ്ങി. 3-4 മാസം ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന വന്നു. 7 ദിവസം ഒരു ഉപവാസ പ്രാർത്ഥന. അന്ന് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ അവധിയുള്ള സമയമായിരുന്നു. അപ്പൊ ഈ കുഞ്ഞുങ്ങളും ഞാനും കൂടെ ഒന്നിച്ച് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി. അപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞു, ഇതുപോലെ പള്ളിയില് പ്രാർത്ഥനയാ, അമ്മയോട് പറഞ്ഞു ഞാനും കുഞ്ഞുങ്ങളും കൂടെ പോവാ, അടുത്ത ഞായറാഴ്ച വരത്തുള്ളൂ, ഒരാഴ്ച ഞങ്ങളിവിടെ കാണത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാ പോയത്. അല്ലെങ്കിൽ അവർ ഞങ്ങളെ അന്വേഷിക്കുമല്ലോ, അതുകൊണ്ട് അങ്ങനെ പോയി. അവിടെ ഇരുന്നു ഉപവസിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പട്ടിണി ഇരിക്കണമെന്നൊക്കെ ചിന്തിച്ചു. അപ്പൊ ആഹാരം കഴിക്കാതെ ഇരിക്കണം. ഞാനും ഒരാഴ്ച കാലം ആഹാരം കഴിക്കാതെ ഇരുന്നു. അപ്പൊ അവിടുത്തെ പാസ്റ്റർ ഭാര്യയിലൂടെ ഒരു പ്രവചനം ഉണ്ടായി എന്നോട്. നിന്നെ ചില കൃപാവരങ്ങളാലൊക്കെ നിറയ്ക്കാൻ പോവുക, എന്റെ സന്നിധിയിൽ താണിരിക്കണം, ഉപവസിക്കണം എന്നൊക്കെ. എനിക്ക് അതിനെ കൃപകൾ എന്താ, കൃപാവരങ്ങൾ എന്താ ഒന്നും ഞാൻ ആ സമയത്തും കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടില്ല. യേശുവിനെ ഇങ്ങനെ ദർശനം കണ്ടു, പള്ളിയിൽ പോകുന്നു, നല്ലാതെ കണ്ടു. അതിനപ്പുറത്തായിട്ട് എനിക്ക് ആഴമായിട്ട് ഒന്നും അറിയത്തില്ല. അങ്ങനെ ഞാൻ അവിടെ 7 ദിവസം തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയും ഭക്ഷണമൊന്നും കഴിക്കാതെ, എനിക്കൊരു ക്ഷീണവും തോന്നിയില്ല, ഭക്ഷണമൊന്നും കഴിക്കാതെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ എല്ലാവരുടെയും കൂടെ സഹകരിച്ചു പ്രാർത്ഥിച്ചു. ആ സമയത്ത് ശനിയാഴ്ച ഉപവാസം തീരുക. ആ ഒരാഴ്ച എന്ന് പറഞ്ഞാല് ആ സഭയിൽ ഭയങ്കരമായ പരിശുദ്ധാത്മാവിന്റെ ഭയങ്കര പ്രവർത്തനം. ഒരുപാട് പേര് അഭിഷേകം പ്രാപിച്ച് അങ്ങനെ ഒരു ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരുന്നു. ഗസ്റ്റ് പാസ്റ്റർമാരും ഒക്കെ വരുന്നുണ്ട്. എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അപ്പൊ അവിടെ പോയി ശനിയാഴ്ച രാത്രിയിൽ ഉപവാസ പ്രാർത്ഥന തീരും. രാത്രി 9 മണിയായി. അവസാനം ഒരു പാട്ട് പാടി. എനിക്ക് കൃപകളും കൃപാവരങ്ങളും ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് മാത്രം ഒന്നും കിട്ടിയിട്ടില്ല. ആ സമയത്ത് പാട്ട് പാടി 9 മണിക്ക് ലാസ്റ്റില് പ്രാർത്ഥനയെല്ലാം തീരാൻ പോകുന്ന സമയത്ത്, പാട്ട് പാടി നിർത്താൻ പോകുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് ചില കൃപകളും കൃപാവരങ്ങളും ഒക്കെ തരാമെന്ന് കർത്താവ് പറഞ്ഞല്ലോ. ഇങ്ങനെ ഇത്രയും പേരും ഇങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെ ആരാധിക്കും, ഇതെന്താണെന്നും എനിക്കറിയില്ല. ഈ മനുഷ്യരിൽ വ്യാപരിക്കുന്നത് ദൈവാത്മാവാണെങ്കിൽ അങ്ങനെ
മനുഷ്യ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുമെങ്കിൽ ആ ആത്മാവിനെ ഇന്ന് എനിക്ക് തരണം. എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ അങ്ങേക്കാട് ജീവിച്ചോളാമെന്ന് അവിടെ നിന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്തു. ഞാൻ ഉറച്ചു പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല, വാതുറന്ന് പറഞ്ഞോന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അങ്ങനെ ഞാൻ പറഞ്ഞു. ആ സമയത്ത് നല്ല നട്ടുച്ച സമയത്ത് നമുക്ക് സൂര്യനെ നോക്കാൻ കഴിയത്തില്ലല്ലോ, അതുപോലെ ഭയങ്കര പ്രകാശമുണ്ട്, നമുക്ക് നേരിട്ട് നോക്കാൻ കഴിയത്തില്ലല്ലോ. ആ പ്രകാശം, ആ നട്ടുച്ച സമയത്തുള്ള ആ സൂര്യന്റെ പ്രകാശം പോലുള്ള പ്രകാശം വന്നിട്ട് എന്റെ കണ്ണിലോട്ട്, ഞാനപ്പം കണ്ണു തുറന്നിരുന്ന് എല്ലാവരുടെയും ആരാധന ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക, നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്തത് പോലെ എന്റെ പഴയ രീതി അനുസരിച്ച് ആണല്ലോ നമ്മൾ മുന്നോട്ട് കടന്നു പോയിക്കൊണ്ട്. അങ്ങനെ എനിക്ക് എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നു കൊണ്ട് നമ്മുടെ സങ്കടം കണ്ണുനീരോടെ ദൈവത്തോട് പറയണം. അല്ലാതെ ഇത്രയും ഒച്ചത്തില് ബഹളം ഉണ്ടാക്കി ശബ്ദം ഉണ്ടാക്കി ഒന്നും ആരാധിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ആ സമയത്ത് എന്റെ ശബ്ദം ഭയങ്കരമായിട്ട് ഉയരുവാനിടയായി. എന്റെ ശരീരം ചലിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എനിക്ക് നിയന്ത്രിച്ച് നിർത്തുവാൻ കഴിയാത്ത വിധത്തില് ഞാനായിത്തീരുന്നത്. ഈ രശ്മികള് ഇങ്ങനെ വന്ന് എന്നെ പതിച്ചുകൊണ്ടിരുന്ന ഈ വലിയ പ്രകാശത്തിനുള്ളിൽ ഞാനങ്ങായി. എന്റെ ശരീരം ഒരു പഞ്ഞു പോലെ അങ്ങായി. എത്രത്തോളം എന്റെ ശബ്ദം പോകുന്നെന്ന് എനിക്ക് ആ സമയത്ത് അറിയത്തില്ല. അങ്ങനെ എന്റെ ശരീരം ചലിക്കുവാൻ തുടങ്ങി. ആ രാത്രിയിൽ 9 മണി സമയത്ത് ആ പ്രാർത്ഥന നിർത്താൻ പോകുന്ന സമയമാണെന്ന് എനിക്കറിയാം. എന്നാല് അവസാന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഞാനിങ്ങനെ മുട്ടുകാലില് പാസ് ഇരിക്കുന്നിടത്ത് ആ മേശയുടെ അവിടെ വരെയും മുട്ടുമേട് ആരാധിച്ച് ആ മേശയുടെ അടുത്ത് വരെ ചെന്നു. ആ ഹോളിനകത്തിരുന്ന അനേകം പേര് അഭിഷേകം പ്രാപിച്ചു. എന്റെ മക്കൾ 2 പേരും അഭിഷേകം പ്രാപിച്ചു. എന്റെ കുഞ്ഞുങ്ങൾ 2 പേരും കൊച്ചു കുഞ്ഞുങ്ങളാണ്. 9 വയസ്സില്ല, 8 വയസ്സും 7 വയസ്സും ഒക്കെ 6 വയസ്സൊക്കെ ഉള്ളു. ആ കുഞ്ഞുങ്ങൾ 2 പേരും അഭിഷേകം പ്രാപിച്ചു. അവർ അന്യഭാഷയിൽ ആരാധിക്കുന്നു. സഭയ്ക്കകത്ത് ഭയങ്കരമായ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനം. 11 മണി വരെയും അവിടെ വലിയ ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവും പ്രവർത്തനവും. അങ്ങനെ അഭിഷേകത്താൽ ഞാൻ നിറഞ്ഞു. ഞാനും കുഞ്ഞുങ്ങളും അഭിഷേകത്താൽ നിറഞ്ഞു. അങ്ങനെ ഞായറാഴ്ച ആരാധനയൊക്കെ 11 മണിയായപ്പോ ആരോ ഇങ്ങനെ ഡ്രമ്മിലൊന്നും കൊട്ടി. അപ്പൊ എനിക്ക് തോന്നിയപ്പോൾ ആ പ്രാർത്ഥന നിർത്തി എല്ലാവരും പോകാനായിരിക്കുമല്ലോ. അപ്പൊ കണ്ണു തുറക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് എന്റെ ശരീരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ശബ്ദം ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് എനിക്ക് ചുറ്റും ആ സഭ മുഴുവനും എനിക്ക് ചുറ്റും ഇങ്ങനെ വലയം ചെയ്ത് നിൽക്കുകയാണ്. 11 മണിയായപ്പോ പാസ്റ്റർമാർ വന്നിട്ട് എന്റെ തലയിൽ തൊട്ട് കൈവച്ച് പ്രാർത്ഥിക്കുവാനിടയായി. പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അല്പമായിട്ട് ഒരു നോർമലായത്. എന്നാലും എനിക്ക് 2-3 ദിവസത്തേക്ക് എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. എനിക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം, എനിക്ക് ദൈവത്തോടു കൂടെ മാത്രമായിരിക്കണം. അങ്ങനെയുള്ള ഒരു ഭയങ്കര ചിന്ത എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. മുൻപ് ആരാധിച്ചുകൊണ്ടിരുന്ന ഓരോ ദൈവങ്ങൾക്കും തരാൻ കഴിയാത്ത വലിയ ദൈവിക സമാധാനം ആ സമയത്ത് എന്റെ ഹൃദയത്തില് ദൈവം തന്നു. യഥാർത്ഥമായി ആ അഭിഷേകത്തിന്റെ ശക്തി എന്നിൽ ദൈവം പകർന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി. അപ്പൊ ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, കുഞ്ഞുങ്ങളെ സ്നാനപ്പെട്ടിട്ടില്ല. സ്നാനത്തെ കുറിച്ച് എന്നോട് ആരും പറഞ്ഞിട്ടില്ല, എനിക്ക് അറിയത്തില്ല. സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. അതിനെക്കുറിച്ച് ഒരു അറിവും എനിക്കില്ല. അങ്ങനെ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. ആ സമയം തൊട്ട് എന്റെ ഹൃദയത്തില് ആരോ ഇങ്ങനെ പറയുകയാണ്, സ്നാനപ്പെടണം. അതെന്താ സ്നാനം എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, യേശുവേ കർത്താവേ, സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. ആ സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നാൽ അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ചയായി, ചൊവ്വാഴ്ചയായി, ബുധനാഴ്ച. അതിനു മുൻപ് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ അതിനുശേഷം അതിനു മുൻപ് ഉപജീവന മാർഗത്തിന് വേണ്ടി ഞാൻ ഒരു തോട്ടത്തിൽ ഇങ്ങനെ റബ്ബർ നഴ്സറി നോക്കുന്ന തോട്ടത്തില് അതിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്റെ അച്ഛന്റെ പെങ്ങളുടെ ഭർത്താവാണ്. 10-18 ഏക്കർ തോട്ടമുണ്ട് അവർക്ക്. അവിടെ കങ്കാണിയായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ പോയി അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവര് ചില നാളുകളായിട്ട് ഞാൻ അങ്ങനെ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പോയി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ 7 ദിവസം ഉപവസിക്കാൻ പ്രാർത്ഥിക്കാൻ പോവുക. 7 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുവാണെന്ന് അവിടെ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. ഞാൻ തിരിച്ചു വന്നപ്പം ആ ഓണർ എന്നോട് പറഞ്ഞു, ആ മുതലാളി എന്നോട് പറഞ്ഞു, ഞാൻ തിങ്കളാഴ്ച ജോലിക്കായിട്ട് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് പറഞ്ഞു, നീ പോയി ഉപവസിച്ചോ, നിനക്ക് വേണ്ടി നിന്ന് കെട്ടി ഇറക്കി തരുമെന്ന്. ഞാനത് അത്രയും കാര്യമാക്കിയില്ല. സാരമില്ല,
വിചാരിച്ചു. പിന്നെ ഞാൻ മുന്നോട്ട് പോയ സമയത്ത് അദ്ദേഹം വീണ്ടും എന്നോട് പറഞ്ഞു, നീ പോയിരുന്ന് ഉപവസിച്ചോ, നിനക്ക് മേടിയിൽ നിന്ന് കെട്ടിയിറക്കി തരുമെന്ന് പറഞ്ഞു. ഞാൻ ഒരു 2 മിനിറ്റ് അവിടെ നിന്നിട്ട് അതുപോലെ ഞാൻ തിരിച്ചു ചെയ്യും. ചില വർഷങ്ങൾ അവിടെ ജോലി ചെയ്തതാണ്. എന്നാല് അതുപോലെ ഈ ഉപവസിച്ച് കഴിഞ്ഞപ്പം ഈ ജോലി അങ്ങ് നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഉപജീവനത്തിനൊരു വഴിയില്ല. എല്ലാം ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാന് തിങ്കളാഴ്ച ചൊവ്വയും ബുധനും എല്ലാം പിന്നെ വീട്ടിൽ തന്നെ ഇരിപ്പായി. വീട്ടിൽ ഇഷ്ടം പോലെ പ്രാർത്ഥിക്കാൻ സമയം. പ്രാർത്ഥിക്കാൻ അത്ര അറിയത്തില്ല എങ്കിലും ദൈവസന്നിധിയിൽ കരയും. അങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വ്യാഴാഴ്ച ആയപ്പോഴും വ്യാഴാഴ്ച രാത്രിയില് അപ്പൊ ഇടകൂട്ടായ്മകൾക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല. ഈ ഞായറാഴ്ച മാത്രമുള്ള ആരാധനയ്ക്കാൻ പോയിട്ടുള്ളൂ. ഞാൻ ഈ ഒരാഴ്ച ഉപവാസത്തിന് പോയിട്ടുണ്ട്, അതേ ഉള്ളൂ. എനിക്ക് ആൾക്കാരുമായിട്ടൊന്നും വലിയ പരിചയമില്ല, മറ്റു ബന്ധങ്ങളൊന്നുമില്ല, അങ്ങനെയുള്ളൂ. ആ സമയത്ത് വ്യാഴാഴ്ച രാത്രിയില് ഞാനിങ്ങനെ വീണ്ടും ഒരു ദർശനം കാണുക. ഒരു നദി ഒഴുകുന്നു. ആ നദിയുടെ നടുക്കായിട്ട് ഒരു വെള്ളവസ്ത്രധാരിയായ മനുഷ്യൻ വരുന്നു. നല്ല തേജോമനായ ഒരു മനുഷ്യൻ ആ നദിയുടെ നടുക്കിൽ. അതിന്റെ കരയ്ക്ക് കുറെ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് സംഗീത ഉപകരണങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ പാട്ടൊക്കെ പാടി, കൂട്ടത്തിൽ ഞാനും ഉണ്ട്. ഞാനും ഇരുന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുക നദിയുടെ കരയ്ക്ക്. ഈ നദിയുടെ കരയിൽ ഇരുന്ന ആൾക്കാര് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങി ചെന്നിട്ട് ഈ നദിയുടെ നടുക്ക് നിൽക്കുന്ന മനുഷ്യനെ അവരുടെ 2 കൈകളും കൂട്ടി പിടിച്ചിട്ട് അവരെ ഇങ്ങനെ മലർത്തി വെള്ളത്തിലേക്ക് മുക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഉയർത്തി അവരുടെ തലയിൽ കൈവച്ചിട്ട് എന്തോ പറഞ്ഞ് അനുഗ്രഹിച്ച് ഇങ്ങനെ വിടുന്നതായിട്ട് ഞാൻ ദർശനം കണ്ടു. ഞാൻ വ്യാഴാഴ്ച രാത്രിയിൽ കണ്ടു. ആ കൂട്ടത്തില് ഇരുന്നവരെല്ലാവരും പോയി. ഇങ്ങനെ ഈ നദിയുടെ നടുക്ക് നിൽക്കുന്ന ആ മനുഷ്യന്റെ അടുക്കൽ പോയി അദ്ദേഹം ഇങ്ങനെ വെള്ളത്തിൽ നോക്കി. ഈ വെള്ളത്തിൽ മുങ്ങിയിട്ട് പിന്നീട് കരയ്ക്ക് കയറി പോകുന്നവര് ആദ്യം ഇരുന്ന സ്ഥാനത്തേക്കല്ല വരുന്നത്, മറുകരയിലേക്കാണ് പോകുന്നത്, മറ്റേ വശത്തേക്ക് പോവുക. ഒടുവിൽ വന്നപ്പോ ഞാൻ മാത്രം അവിടെ ഇരിപ്പുണ്ട്. ഞാൻ മാത്രം അവിടെ ഇരുന്നു. എനിക്ക് നിരാശയൊന്നുമില്ല. ഞാനിങ്ങനെ അവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഞാനിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് വളരെ ഉയരത്തിൽ നിന്നും ഒരു ദൈവത്തിന്റെ ദൂതൻ പഞ്ഞി പോലെയുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് എന്റെ അടുത്ത് വന്ന് അല്പസമയം നിന്നു. ഒരു പുഞ്ചിരിയോടെ അങ്ങനെ നിന്നിട്ട് എന്റെ തോളത്തൊന്ന് തട്ടിയിട്ട് എന്നോട് പറഞ്ഞു, എഴുന്നേറ്റ് വാ സ്നാനപ്പെടാൻ എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് വാ സ്നാനപ്പെടാൻ. അപ്പോഴായി എനിക്ക് ഇതായിരിക്കും സ്നാനം. അല്ലാതെ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞില്ല സ്നാനമുണ്ട്, സ്നാനപ്പെടണം എന്ന് പറഞ്ഞില്ല. ആ ദർശനത്തിലൂടെയാണ് ഞാൻ സ്നാനം ആദ്യമേ കാണുന്നത്. പിറ്റേ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ ഞാൻ 7:30 ആയപ്പോഴത്തേക്ക് ചർച്ചിൽ ചെന്നു. എന്താ മോളെ വന്നേ, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ ജോലി അങ്ങ് പോയി, ജോലിയില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്നയാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അമ്മാമ്മയോട് പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അതാര് പറഞ്ഞു മക്കളെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു, എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അതെങ്ങനെയാ കണ്ടേ, ആരാ പറഞ്ഞ, എന്തുവാ എന്നൊക്കെ ചോദിച്ചപ്പോ ഞാനിത് ഉള്ളതുപോലെ പറഞ്ഞു ഇങ്ങനെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞു. അവര് ഭയങ്കരമായിട്ട് കരഞ്ഞു. ആരും എന്നോട് പറഞ്ഞിട്ടില്ല. എന്റെ കയ്യിൽ അന്ന് ഒരു ബൈബിള് പോലും ഇല്ല. ഞാൻ ഒരു ബൈബിളൊന്നും വാങ്ങിച്ചിട്ടില്ല. എനിക്കറിയത്തില്ല അത് എവിടെ കിട്ടുമെന്ന് അറിയത്തില്ല, എങ്ങനെ വാങ്ങിക്കണമെന്ന് അറിയത്തില്ല. ബൈബിള് പോലും ഇല്ലാതിരിക്കുന്ന സമയം. അങ്ങനെ അവരോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് സ്നാനം വേണം എന്ന് പറഞ്ഞു. അപ്പം പാസ്റ്ററെ വിളിച്ചു, അതാണ്ട് കൊച്ചു പറയുന്ന കേട്ടോ, അവർക്ക് ഇന്ന് സ്നാനം വേണമെന്ന് അവളോട് രാത്രി സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാണ്ട് ഭയങ്കരമായിട്ട് കരയുന്നു എന്നൊക്കെ പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞു, മോളെ അത് സഭയായിട്ട് തീരുമാനിച്ചെങ്കിലേ പറ്റത്തുള്ളൂ, അതിനൊരു നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഒരു കല്യാണം പോരാ ഒരു സ്നാനം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഭയങ്കര ചെലവല്ലോ, അതെങ്ങനെ എന്നെ കൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു അതിന് എന്തോ ചെലവുണ്ട് പക്ഷേ അതിനൊരു കല്യാണത്തിന്റെ ചെലവുണ്ട് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതപ്പോ എന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ, അതെന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം പാസ്റ്റർ പറഞ്ഞു, മോളൊന്നും അറിയണ്ട, നീ ഒരു ജോഡി ഡ്രസ്സും കൊണ്ടിങ്ങ് വന്നാ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ഞങ്ങൾ അറേഞ്ച്മെന്റ് ചെയ്തോളാം. അങ്ങനെ ആ ആഴ്ചയില് സഭയായിട്ട് കൂടി തീരുമാനിച്ചു. ആ ആഴ്ചയിൽ സ്നാനം നടന്നില്ല. എനിക്ക് സ്നാനപ്പെടാൻ ഭയങ്കര ആവശ്യം. ആ സമയത്ത് പിന്നെ പിറ്റേ ആഴ്ചയില് എന്തായാലും ഞായറാഴ്ച സ്നാനം. അപ്പോഴ്
ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ സ്നാനപ്പെടണമെന്നുള്ളതൊന്നും ആർക്കും അറിയത്തില്ല. പക്ഷെ ഓരോ സ്നാനക്കടവിലും ഞങ്ങളുടെ ആൾക്കാര് എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം സഹോദരങ്ങളോ മാതാപിതാവോ ഒന്നും അല്ല, മറ്റുള്ള ആൾക്കാർ വന്ന് ഓരോ സ്നാനക്കടവിലും നിൽക്കാൻ തുടങ്ങി. പിന്നെ ഞാനിങ്ങനെ പോകുന്നതും എല്ലാം മനസ്സിലായി. ആ ആഴ്ചയിൽ സ്നാനം നടന്നില്ല. പിന്നെ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ച് നമ്മുടെ MS തോമസ് പാസ്റ്റർ എന്നെ സ്നാനപ്പെടുത്തിയത്. അടിമുക്ക് സഭയിലാണ് ഇരിക്കുന്ന സമയത്ത് MS തോമസ് പാസ്റ്റർ പത്തനാപുരത്ത് കൊണ്ടുവന്ന് കല്ലുംകടവില് ജീപ്പ് വിളിച്ച് കൊണ്ടുവന്ന് എന്നെ സ്നാനപ്പെടുത്തുവാനിടയായി. സഭയായിട്ട് വന്ന് പല ജീപ്പുകളുണ്ടായിരുന്നു. ജീപ്പുകൾ വന്ന് അങ്ങനെ ഞായറാഴ്ച ദിവസം സ്നാനം നടത്തണ്ട ആൾക്കാരിങ്ങനെ വരുന്ന കണ്ടിട്ട് ശനിയാഴ്ച ദിവസം സ്നാനം നടത്തും. ആരാധനയ്ക്കൊന്നും പോകാനുള്ള സ്വാതന്ത്ര്യമൊന്നും വലുതായിട്ടൊന്നുമില്ല. എന്നാല് ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് ആരാധനയ്ക്ക് എല്ലാ ഞായറാഴ്ചയും പോകാൻ തുടങ്ങി. വഴിയിലൊക്കെ ആൾക്കാർ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ അവര് നിന്ന് ഞങ്ങളെ ശല്യപ്പെടുത്താനൊക്കെ തുടങ്ങി. എന്നാലും ഞാൻ പോകുമായിരുന്നു. പിന്നെ അവരൊക്കെ ഒരു 8 മണിയൊക്കെ ആയിട്ട് വന്നിരിക്കുള്ളൂ. അതിന് മുൻപ് ഞങ്ങൾ 7:30 ചർച്ചിൽ ചെല്ലും. അത്രയും നേരത്തെ അവർ വരുന്നതിന് മുൻപ് ഞാനും കുഞ്ഞുങ്ങളുമായിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ പോയി ആരാധിക്കാനായിട്ട് സ്ഥിരമായിട്ട് തുടങ്ങി. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ വീട് വിട്ടിറങ്ങണം. ഇത് 85-ലാണ് ഞാൻ സ്നാനപ്പെടുന്നത്. 85-ൽ സ്നാനപ്പെട്ടിട്ട് ആ സ്നാനപ്പെട്ട സമയം തൊട്ടേ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നുണ്ട്, വീട് വിട്ടിറങ്ങണമെന്ന്. എങ്ങോട്ടാ പോകുന്നത്? അന്ന് എനിക്കൊരു 28 വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്ക് 7 വയസ്സും 9 വയസ്സുള്ള ഈ 2 കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ എങ്ങോട്ടാ പോകുന്നത്? എന്നെ ആരാ സ്വീകരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ അവിടെ തന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് ഞായറാഴ്ച ദിവസം മാത്രം ഇങ്ങനെ പോയി ദൈവത്തെ ആരാധിക്കുവാനായിട്ട് തുടങ്ങി. അപ്പൊ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടുകൊണ്ട് പിന്നീട് എനിക്ക് വീട്ടിൽ പ്രതികൂല ഭയങ്കരമായിട്ട് എന്റെ പിതാവ് ഒരു രാത്രിയിൽ മദ്യപിച്ചിട്ട് വന്നിട്ട് എനിക്ക് ഞങ്ങളുടെ ആ വീടിന് ചുറ്റും കുറെ തുണികള് ഇങ്ങനെ പഴയ തുണികളെല്ലാം കൊണ്ടിട്ടിട്ട് വീടിന് ചുറ്റും കൊണ്ടിട്ടിട്ട് മണ്ണെണ്ണ എടുത്തൊഴിച്ചു. തീ വെക്കാൻ വേണ്ടിയിട്ട് മണ്ണെണ്ണ എടുത്തൊഴിച്ചതാണ്, നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ മണ്ണെണ്ണ വിളക്ക് വല്ലതും മറിഞ്ഞു പോയതായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ എഴുന്നേറ്റപ്പോൾ നടക്കുന്ന കാലൊച്ച കേട്ടിട്ട് ഞാൻ വെളിയിലിറങ്ങിയപ്പോ എന്റെ പിതാവ് വീടിന് ചുറ്റും തുണി കൊണ്ടിട്ടിട്ട് മണ്ണെണ്ണ എടുത്തൊഴിച്ച് എന്നെ കണ്ടപ്പോൾ അങ്ങ് മാറി കടന്നുപോയി. പക്ഷെ തീ കത്തിച്ച് വെക്കാൻ ദൈവം അനുവദിച്ചില്ല. പിന്നെയും പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു, നീ വീട് വിട്ടിറങ്ങണം. അങ്ങനെ 86-ല് ഞാൻ ഒരു ഞായറാഴ്ച ദിവസം കുഞ്ഞുങ്ങൾ ഞാനുമായിട്ട് അങ്ങ് പോയിട്ട് ചർച്ചിൽ ചെന്നിട്ട് പറഞ്ഞു, ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നില്ല, ഞങ്ങൾ വീട് വിട്ട് പോകുന്നതാ, ഇനി വീട്ടിലോട്ട് പോകുന്നതെന്ന്. അവർക്ക് ഒന്നും അറിയത്തില്ല, അവരെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ ആൾക്കാരെല്ലാം വന്ന് അവരെ ശല്യപ്പെടുത്തത്തില്ലേ. അങ്ങനെ എനിക്ക് ഭയങ്കര ധൈര്യം കർത്താവ് തന്നു. ധൈര്യം തന്നിട്ട് അപ്പൊ ഒരു വാടക വീട് പോലും കണ്ടിട്ടില്ല. ചർച്ചിൽ ചെന്നിരുന്നിട്ട് ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു, ഞാൻ ഇനി വീട്ടിലോട്ട് പോകുന്നില്ല, ഞാൻ ഇനി എനിക്കൊരു വാടക വീട് എടുത്ത് തന്നാ മതി, അവിടെ താമസിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആരാധന കഴിഞ്ഞ് അവരെല്ലാരും കൂടി തീരുമാനിച്ച് ഞങ്ങളെല്ലാരും കൂടി ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങളവിടെ നിർത്താൻ പറ്റത്തില്ലല്ലോ. അപ്പം എന്റെ പിതാവിനോടും വീട്ടുകാരോടും പറയേണ്ടത് കൊണ്ട് എന്റെ കൂടെ 2 സഹോദരിമാരെ കൂടെ, കുഞ്ഞുങ്ങളെ അവിടെ നിർത്തിയിട്ട് എന്റെ കൂടെ 2 സഹോദരിമാരെ കൂടെ എന്റെ കൂടെ വിട്ടിട്ട് പറഞ്ഞു, വീട്ടിൽ പോയി പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അത്യാവശ്യമുള്ള സാധനങ്ങൾ വല്ലതും എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോണ്ട് പോരെ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഒരു വീട് അന്വേഷിക്കാം അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാനും 2 സഹോദരിമാരും കൂടെ വീട്ടിൽ ചെന്നു. ഒരിക്കലും എന്റെ പിതാവ് ഞായറാഴ്ച ദിവസങ്ങളിൽ സുബോധത്തോടെ ഇരിക്കാറില്ല, മദ്യപിച്ചിട്ടേ ഇരിക്കാറുള്ളൂ. എന്നാൽ അന്ന് വീട്ടിലുണ്ടായിരുന്നു. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ എന്റെ ജോലി അങ്ങ് പോയല്ലോ, എനിക്ക് ജോലിയൊന്നുമില്ല അച്ഛാ, ഇത്ര നാളായിട്ട് ഞാൻ ജോലിയൊന്നുമില്ലാതെ വീട്ടിൽ നിൽക്കുകയാണല്ലോ, അപ്പൊ എനിക്ക് ഒരു ജോലി ശരിയായിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ അവിടെ ഒരു വാടക വീട് എടുത്തിട്ടുണ്ട്, ആ വാടക വീട്ടിലോട്ട് ഞങ്ങളെ ഒന്ന് കൊണ്ട് വിടണം എന്ന് പറഞ്ഞു. ഇവരൊക്കെ ഞാൻ പറഞ്ഞ അത് ഞങ്ങളുടെ കൂടെ പണി തരുന്ന, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ പിതാവിന്റെ കൂട്ടുകാരെ കൂടെ 2-3 പേരെ വിളിച്ച് എന്റെ പിതാവ് തന്നെ ഒരു ജീപ്പ് വിളിച്ച് വീട്ടു സാധനങ്ങളും ആയിട്ട് ഞങ്ങളെയും വാഹനത്തിൽ കയറ്റി ഞങ്ങളെ കൊണ്ടുപോയി ആ വാടക വീട്ടിൽ. അപ്പോഴത്തേക്ക് ഒരു വാടക വീട് എടുത്തായിരുന്നു. ഒരാൾ വന്ന് പറഞ്ഞു, ഇന്ന സ്ഥലത്തോട്ട് അങ്ങോട്ട് റോഡിൽ നിന്നിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്തോട്ട് ഇന്നടുത്തോട്ട് പോകും എന്ന്
എന്ന് പറഞ്ഞ് ചർച്ചിന്റെ അല്പ അടുത്ത. അങ്ങനെ പോയി ആ വാടക വീട്ടിൽ കൊണ്ടുവന്ന സാധനങ്ങൾ ഇട്ടിട്ട് എന്റെ പിതാവ് കൂടെ വന്നവരെ തിരിച്ചുപോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാ പറയുന്നത്, ഇത് പെന്തക്കോസുകാർ നമ്മളെ കളിപ്പിച്ചതാ, നമ്മുടെ കുഞ്ഞുങ്ങളെ അവര് വശീകരിച്ച് കൊണ്ടുപോയതാ, നമുക്ക് കളിപ്പീര് പറ്റിയതാ. അപ്പോഴായി എന്റെ പിതാവ് പറയുന്നത് ഇത് പെന്തക്കോസുകാർ കൊണ്ടുപോയതാണെന്ന് പറഞ്ഞു. അന്നേരം പിന്നെ ഞങ്ങൾ അവിടെ താമസിച്ചു. പക്ഷെ ഒരിക്കലും ഞങ്ങള് ആ വാടക വീട്ടില് രാത്രി വിശ്രമിക്കത്തില്ല, ചർച്ചിൽ വന്ന് കിടക്കും. ആലയത്തിനകത്ത് ഞങ്ങൾ വന്ന് ഞാനും കുഞ്ഞുങ്ങളും രാത്രി വിശ്രമിക്കും. പകലുള്ള സമയങ്ങള് ഞങ്ങള് അവിടെ തന്നെ എനിക്കൊരു ചെറിയ ജോലിയൊക്കെ, ഒരു തോട്ടം കിട്ടി ശരിയായി, അങ്ങനെ ഉപയോഗിക്കുന്ന വഴിയൊക്കെ ആയി അങ്ങനെ ഞങ്ങൾ വീട് വിട്ടിറങ്ങി അങ്ങനെ പോയി താമസിക്കുവാനായിട്ടില്ല. അതിനുശേഷമാണ് പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വന്ന് ഞങ്ങളുടെ ആൾക്കാർ കാണുമ്പോൾ ദൈവം അവിടുന്ന് മാറ്റി പലയിടങ്ങളിൽ കൊണ്ടുപോയി പല വീടുകൾ മാറി താമസിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്റെ മൂത്ത മകന് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഹെഡ് മിസ്സസിന് ഞങ്ങളുടെ ഏറെക്കുറെ കാര്യങ്ങളെല്ലാം അറിയാം, ആ സ്കൂളിലെ അധ്യാപകരെല്ലാം. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വീട് മാറി വാടകയ്ക്കാണ് താമസിക്കുന്നത്, അപ്പം അഖിലേഷിന് 10ാം ക്ലാസ്സിൽ സ്ഥിരമായ ഒരു സർട്ടിഫിക്കറ്റിൽ ഒരു അഡ്രസ്സ് വേണം, ഒരു സ്ഥിരമായ അഡ്രസ്സ് വേണം എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്കൊരു സ്ഥിരമായ അഡ്രസ്സ് ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അഡ്രസ്സ് വേണം, അത് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 2 ദിവസം കഴിയുമ്പോൾ പറയാൻ. എനിക്കൊന്നും തോന്നിയില്ല. 2 ദിവസം അപ്പോഴാണ് എനിക്ക് അഡ്രസ്സ് ഇല്ലാത്തവരാണല്ലോ ഞങ്ങളെന്നുള്ളത് കൂടുതൽ തോന്നിയത്. അപ്പൊ ഞാൻ പറഞ്ഞു, ചർച്ചിൽ വന്നിട്ട് പാസ്റ്ററോട് പറഞ്ഞു, ഇങ്ങനെ സാറ് പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് പ്രാവശ്യം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. പാസ്റ്ററും ഭാര്യയും മാത്രം വീട്ടിൽ വന്ന് ഞാൻ ഉപവസിച്ചു. അവര് ഞങ്ങളുടെ കൂടെ എന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആദ്യത്തെ ദിവസം ദൈവം എനിക്കൊരു പേര് വെളിപ്പെടുത്തി തന്നു, ബെഥേൽ എന്ന് പറഞ്ഞു. ബെഥേൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ബൈബിളുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നും അന്നായിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒന്നും എനിക്ക് മനസ്സിലായില്ല. ബെഥേൽ എന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാനത് എന്താ ബെഥേൽ, എനിക്കൊന്നും മനസ്സിലായില്ല. അത് വെച്ചു. പിന്നെ 2ാമത്തെ ദിവസവും പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് ശരിയായ ഒരു അഡ്രസ്സ്, എനിക്ക് സ്കൂളിൽ കൊടുക്കാൻ ശരിയായ ഒരു അഡ്രസ്സ് എനിക്ക് തരണം. എനിക്ക് ഇതിനെ ഒന്നും അറിയത്തില്ല, ദൈവം എന്നെ വിളിച്ചിറക്കിയതാ, അതുകൊണ്ട് എനിക്ക് ശരിയായ ഒരു അഡ്രസ്സ് വേണം എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞിനെ സ്കൂളിൽ കൊടുക്കാനാന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസം എന്നെ കറുത്ത ബോർഡിൽ വെള്ള അക്ഷരത്തിൽ എഴുതി കാണിച്ചു, ബെഥേൽ ഹൗസ് എന്ന് പറഞ്ഞു. അത് ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ടും എനിക്കായില്ല, അതിനൊരു ഫുൾ അഡ്രസ്സ് വേണമല്ലോ. ബെഥേൽ ഹൗസ്, പട്ടാഴിപ്പിക്കോ പന്തപ്ലാവെന്ന് ദൈവം എന്നെ എഴുതി കാണിച്ചു. അന്ന് ഞങ്ങൾക്ക് വസ്തുവില്ല, വീടില്ല, ഒന്നുമില്ല, വാടക വീടുകളിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഞാൻ ആ ദർശനം അത് ഞാൻ ഒരു പേപ്പറിൽ എഴുതി സാറിന് കൊണ്ട് കൊടുത്തു. ആ ബെഥേൽ ഹൗസായി ഇപ്പൊ ഞങ്ങൾക്കുള്ളത് പന്തപ്ലാവില്. അതേ അഡ്രസ്സില് ദൈവം ഞങ്ങൾക്ക് വീട് തരുവാനിടയായി. അതുപോലെ തന്നെ ഞങ്ങളെ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എനിക്കൊരു ദർശനം തന്നു. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാൽ ചുരുക്കമായിട്ട് ഞാൻ പറയാം. ദൈവം എനിക്കൊരു ദർശനം തന്നു. എനിക്ക് സ്വന്തമായിട്ടൊരു വീട് തരാമെന്ന് കർത്താവ് പറഞ്ഞു. എന്നെ ഒരു സ്ഥലം കാണിച്ചു. ഒരു ഭാഗം മുൻവശം വയല്, കിഴക്ക് വശത്ത് റബ്ബർ നിൽക്കുന്നു, വെറും തരിശായിട്ട് കിടക്കുന്ന ഭൂമി ഞങ്ങൾക്ക് തരുന്നു. അതിനകത്ത് ഓടിട്ട് 2 മുറിയിലുള്ള ഒരു വീടാണ്. അതിന്റെ അടുക്കള ഭാഗം പഴയ ഓടും, വീട് പുതിയ ഓടുമാണ്. അത് ഇഷ്ടിക കെട്ടിയ വീട്. അപ്പൊ അത് നേരത്തെ ഉണ്ടാകുന്ന വീടല്ല, പുതിയ വീട് വയ്ക്കുന്നതാ. അങ്ങനെ ഒരു ദർശനം തന്നെ. എവിടെ എന്താ ഒന്നും അറിയത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു, എവിടെയാ ഒന്നും അറിയത്തില്ല. ആ സമയത്താണ് ഒരാള് ഞങ്ങളെ അന്വേഷിച്ച്, ഞങ്ങൾ ഇതുപോലെ വിട്ട് ഇറങ്ങിയെന്നൊക്കെ അറിഞ്ഞിട്ട് എറണാകുളത്തോടെ ഒരാള് ഞങ്ങളെ അന്വേഷിച്ച് അവരോട് ദൈവാത്മാവ് ഇടപെട്ടിട്ട് വന്ന് ഞങ്ങളായിരുന്ന സ്ഥലത്ത് വന്ന് ഞങ്ങളെ കണ്ടുപിടിച്ച് അവർ കൊണ്ടുവന്ന് അവരുടെ വസ്തുവിൽ നിന്ന് ഒരു 8 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് തരികയും അവർ 2 മുറിയിലുള്ള ഒരു വീട് വെച്ച് തരികയും ചെയ്തു. എന്നാൽ ഈ വീട് വെച്ചു, എന്നാൽ ഈ അടുക്കള ഭാഗത്തിടാനുള്ള ഓടില്ല. വീടിന് മാത്രമുള്ള ഓടേ ഉള്ളൂ, ആ പുതിയ ഓട് അത്രയേ ഉള്ളൂ. അടുക്കളക്കിടാനുള്ള ഓടില്ല. അപ്പൊ അവരുടെ വീട്ടില് ആ സാറിനൊക്കെ പട്ടാഴി സ്ഥലമുണ്ട്. അവർക്ക് അവിടെ ഒരു വീടുണ്ട്. ആ വീടെന്ന് പറഞ്ഞാൽ 5-6 മുറികളുടെ ഒരു വീടാ. കുറെ ഭാഗം വാർത്തതാ, കുറെ ഭാഗം ഓട്, കുറെ ഭാഗം ആസ്പെറ്റോസ് ഇട്ടത്, അങ്ങനെയുള്ള ഒരു വീടാ. അവിടെ ഞങ്ങൾ വന്ന് വാടക കൊടുക്കാതെ അവിടെ താമസിക്കായിരുന്നു. ആ സമയത്ത്
ഒരു ദിവസം ഞങ്ങള് രാത്രി ഞാൻ കുഞ്ഞുങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭയങ്കര ശബ്ദത്തോടെ അടുക്കളയെല്ലാം കൂടെ ഇടിഞ്ഞങ്ങ് വീണു. അപ്പൊ ഞങ്ങൾക്ക് പട്ടാഴിയിൽ വീട് പണിതുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഇടിഞ്ഞങ്ങ് വീണിട്ട് അവിടുന്ന് ഉള്ളതാകുന്ന ആ പഴയ ഓടുകൾ വൃത്തിയാക്കിക്കൊണ്ടതാണ് ഈ പട്ടാഴിയിലെ ആ പന്തപ്ലാവിലെ വീടിന് അടുക്കളയ്ക്ക് പഴയ ഓട് ഇടുവാനിടയായി. ദൈവം എനിക്ക് നേരത്തെ വെളിപ്പെടുത്തി തന്നു അടുക്കളയ്ക്ക് പഴയ ഓടായിരുന്നു. എവിടുന്ന് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. അതെല്ലാം ദൈവം തക്ക സമയത്ത് അതെല്ലാം തരുവാനായിട്ടിടയായിട്ടുള്ളത്. അങ്ങനെയാണ് പന്തപ്ലാവില് ഞങ്ങൾക്കൊരു വീട് സ്വന്തമായിട്ട് കർത്താവ് തരുവാനിട. അതിനുശേഷം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞിട്ട് മൂത്ത മകനെ ദൈവാത്മാവനോട് പറഞ്ഞ മൂത്ത മകന് 10ാം ക്ലാസ് കഴിയുമ്പോൾ അവനെ ബൈബിൾ സ്കൂളിൽ വിടണമെന്ന് പറഞ്ഞു. എങ്ങനെ വിടണം, ആരുടെ കൂടെ വിടണം ഒന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ ഇതുപോലെ ബൈബിൾ സ്കൂളിൽ പോകണം. അതിന് ദൈവം ആ സമയത്ത് ഒരാളെ ഒരുക്കി കൊണ്ടുവന്നു. അങ്ങനെ അവൻ ബൈബിൾ സ്കൂളിൽ പോകാനായിട്ട് അവൻ എന്നോട് കാല് പിടിച്ച് പറഞ്ഞ, അമ്മേ പിന്നെ അവിടെ ഇംഗ്ലീഷാ പഠിപ്പിക്കുന്നത്, ഞാൻ ഈ 10ാം ക്ലാസ് പഠിച്ചിട്ട് എങ്ങനെ പോയി ഇംഗ്ലീഷ് പഠിക്കും? അമ്മ എന്നെ 12ാം ക്ലാസ് വരെ എങ്ങനെങ്കിലും എന്നെ പഠിപ്പിക്കും, എങ്ങനെങ്കിലും 12ാം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങ് പോകാന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു അവനെ നീ വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ 10ാം ക്ലാസ്സിലെ 10ലെ ബുക്ക് അവന്റെ കൈ കിട്ടുന്ന ആ ദിവസം തന്നെ അവന് അതും വാങ്ങിച്ചുകൊണ്ട് ബൈബിൾ സ്കൂളിൽ പോകാനായിട്ടിടയായി. ഇപ്പോഴവന് ചെന്നൈയിൽ 10-27 വർഷമായിട്ട് പലയിടങ്ങളിലായിട്ട് പോയെങ്കിലും അവന് ചെന്നൈയിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തില് ചെന്നൈയിലായിരിക്കുന്നു. ഇവിടെ ഡൽഹിയിലെ ഇളയ മകനും കുടുംബവുമായിട്ട് ഞങ്ങള് ഇവിടെ 2005 ഞാനിവിടെ വന്നതാണ്. ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ അസംബ്ലി സ്കൂൾ സഭയോടുള്ള ബന്ധത്തില് കർത്താവിന്റെ വേലയിൽ എന്റെ മകനായിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഈ ഇളയ മകന് ഒത്തിരി ദൈവത്തിൽ നിന്ന് അകന്നു പോകാനായിട്ട് അവൻ 22ാമത്തെ വയസ്സിലാണ് സ്നാനപ്പെടുന്ന, ഇടയിൽ വന്ന സ്നാനപ്പെടുന്ന. അതിന് മുൻപ് 16 വയസ്സുള്ളപ്പോൾ തന്നെ ഗുജറാത്തിൽ പോയി, ബോംബെയിൽ പോയി, ഡൽഹിയിൽ പോയി, അങ്ങനെ പലയിടങ്ങളിൽ ജോലി, പല വിധത്തിലുള്ള ജോലികൾ ഒക്കെ ചെയ്തു. എങ്കിലും എങ്ങോ ഒരു ശാശ്വതമായിട്ട് നിൽക്കുവാനിടയായില്ല. ഡൽഹിയിൽ വന്ന് ജോലി ചെയ്യുന്ന സമയത്ത് അവന് അവസാനമായിട്ട് പാർലമെന്റിനകത്ത് ഈ ട്രെയിനിന്റെ ഇഞ്ചൻ നന്നാക്കുന്ന ജോലി അവന് ലഭിച്ചത്. അവൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, ആ സാക്ഷ്യത്തിലുണ്ടത്. എങ്കിലും ഞാൻ അതൊന്ന് പറയാം. ഇഞ്ചൻ നന്നാക്കുന്ന ജോലിയിൽ അങ്ങനെ 2-3 ദിവസം തുടർമാനമായിട്ട് അങ്ങനെ ഉറക്കളച്ച് നിന്ന് ജോലി ചെയ്തു. ഇഞ്ചൻ നന്നാക്കി കഴിഞ്ഞിട്ട് ഇഞ്ചന്റെ അടിയിൽ കിടന്നാണ് ആ ഇഞ്ചൻ നന്നാക്കുന്നത്. ആ ഇഞ്ചൻ നന്നാക്കുന്ന സമയത്ത് ഇവന് 3ാമത്തെ ദിവസമായപ്പോൾ ഇവൻ അതിന്റെ അടിയിൽ കിടന്നിട്ട് അവസാനം ആ ഇഞ്ചെല്ലാം നന്നാക്കി കഴിഞ്ഞു. ആൾക്കാർ അതിന്റെ സിഗ്നലും കൊടുത്തു, അടിയിലുള്ള ആൾക്കാർ മാറണമെന്ന് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞ് ഇവൻ അബോധാവസ്ഥയിലായിപ്പോയി. ബോധം കെട്ട് ഇഞ്ചന്റെ അടിയിൽ കിടക്കുക. അതിന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇഞ്ചൻ ഡ്രൈവർ വന്നിട്ട് ആ ഇഞ്ചൻ സ്റ്റാർട്ടാക്കിയ സമയത്ത് ഇവന് അതിന്റെ അടിയിലുണ്ട്, അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. ആ സമയത്ത് ഇവൻ ഒരു ദർശനം കാണുന്നുണ്ട്. എന്റെ ഇടയിൽ പറയാം, അവൻ ദർശനം കാണുകയാണ്. അപ്പൊ ഇവന്റെ കഴുത്തുഭാഗം വെളിയിലോട്ടും 2 പാളത്തിലും ഇങ്ങനെ കാല് വെച്ചിട്ട് ക്ലോസ് ആയിട്ട് കിടന്നാണ് ഇഞ്ചന്റെ അടിയില് ആ ഇഞ്ചൻ നന്നാക്കുന്നത്. ആ സമയത്ത് ഇഞ്ചൻ ഡ്രൈവർ വന്നു ഇഞ്ചൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ അബോധാവസ്ഥയിലായിപ്പോ ഇവൻ ഒരു ദർശനം കാണുന്നു. ഒരു ദൈവദൂതനെ, ഒരു പ്രകാശത്തിൽ ഒരു ദൈവദൂതൻ ഇറങ്ങി വന്നിട്ട് ആ ദൈവദൂതന്റെ കയ്യിൽ, അവനത് സാക്ഷ്യത്തിൽ പറഞ്ഞില്ല, അവനത് മറന്നുപോയത്, ആ ദൈവദൂതന്റെ കയ്യിൽ ഒരു ബൈബിളുണ്ട്. ആ ബൈബിള് ഇവന് കൊടുക്കാനായിട്ടാണ്, എന്റെ ഇളയ മകന് കൊടുക്കാനായിട്ടാണ്. എന്നാൽ ഇവൻ അത് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ആ ദൂതന്റെ കയ്യിൽ ആ ദൂതൻ ഇങ്ങനെ ഇവന് കൊടുക്കാനായിട്ട് ആ ദൂതന്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുക. ആ ദൂതൻ ഇവന് പ്രത്യക്ഷമായി. ആ സമയത്ത് മാനേജര് ഇവൻ അവിടെ കിടക്കുന്നത് കണ്ടിട്ട് ആ മാനേജർ വന്നിട്ട് ഇങ്ങനെ ഇവനെ പെട്ടെന്ന് പുറത്ത് വലിച്ചെടുക്കുവാനായിട്ടിടയായി. അങ്ങനെയാണ് അവൻ രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിൽ ആഴ്ച കയറി അവന്റെ കഴുത്ത് 2ആയി പോകുമായിരുന്നു. എന്നാൽ ഇവന്റെ ആ ഡ്രില്ലിംഗ് മെഷീൻ എല്ലാം അരഞ്ഞ് നഷ്ടപ്പെട്ടു പോയി. ആ സ്ഥാനത്ത് ഇവൻ പോകേണ്ട സ്ഥാനത്ത് അങ്ങനെ ദൈവം പിടിച്ചു. ഡ്രില്ലിംഗ് മെഷീൻ മാത്രമേ പോയുള്ളൂ. മകൻ ഒരു കേടും പറ്റാതെ ദൈവം സൂക്ഷിച്ചു. വെളിയിൽ കൊണ്ടുവന്നിരുന്ന കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഇത്രത്തോളം സമയം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം വളരെ അനുഗ്രഹമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ
ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെയല്ല. ദൈവം നേരിട്ട് പല കാര്യങ്ങള് ഒന്നും അറിയാൻ, ദൈവം ഏതെപ്പോലും അറിയാൻ കഴിയാത്ത സ്ഥാനത്ത് ദൈവം എനിക്ക് നേരിട്ട് രക്ഷയെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. അത് നിങ്ങളുടെ ജീവിതത്തില് അനുഗ്രഹമാകുമെന്ന് എനിക്കറിയാം. മനുഷ്യൻ പറയുന്ന വാക്കുകൾ പോലെയല്ലല്ലോ, ദൈവം പറയുമ്പോൾ അതിന് വളരെ ശക്തി ഉണ്ടല്ലോ. അതുകൊണ്ട് സാക്ഷ്യം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കും സാക്ഷ്യം ഉപകാരമായി വരട്ടെ. ഇത്രയും സമയം എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് സാക്ഷ്യത്തിൽ നിന്നു ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല പ്രഭാതത്തില് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ആരെങ്കിലും കർത്താവെ ഏതെങ്കിലും വിധത്തില് ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കുന്നവര്, ആമേൻ, ദൈവമുണ്ടോ എന്ന് കാണുവാൻ ആഗ്രഹിക്കുന്ന ജീവിതങ്ങളുണ്ടെങ്കിൽ അവരുടെ ഒക്കെ ഹൃദയങ്ങൾക്ക് ആമേൻ അത് ആശ്വാസമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിക്കുന്ന കർത്താവെ എല്ലാവർക്കും ഉപകാരമാക്കി തീർത്തിരിക്കാൻ സ്തോത്രം. ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. കരനെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ കേൾക്കണമേ. നല്ല പിതാവേ. താങ്ക് യു പ്രിയ കമലമ്മ ആൻറ്റി. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സാക്ഷ്യം പറയുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിലുടനീളം കടന്നുപോയ ആ പാതകളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നമ്മെ എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നത് എന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് കഷ്ടതകളുടെ അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പോയി ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് ഇന്നായിരിക്കുന്ന നിലയിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് ആ കഷ്ടതകളൊക്കെ ഒരു ചവിട്ടുപടിയായിരുന്നു എന്ന് മാത്രമാണ് ഇന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. കുടുംബജീവിതത്തിലും പ്രതീക്ഷിച്ചതുപോലെ ഉള്ള ആ ഒരു സന്തോഷമോ സമാധാനമോ ലഭിക്കുവാൻ കഴിഞ്ഞില്ല. അതുപോലെ ജനിച്ചു വളർന്നതായ പാരമ്പര്യമോ പശ്ചാത്തലമോ ഒന്നും തന്നെ നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളിലേക്ക് പോകുവാനോ ജീവിക്കുവാനോ നമ്മെ അനുവദിച്ചില്ല. നമ്മൾ ഉദ്ദേശിച്ചതുപോലെയുള്ളതായ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിരാശയ്ക്ക് കാരണമായി തീരാം. എന്നാൽ അതൊന്നും അല്ലായിരുന്നു ദൈവത്തിൻ്റെ കാര്യപരിപാടിയിലെന്ന് ഇന്ന് ആയിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നും ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. കാരണം പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നമേ തന്നെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾ, ദൈവം തിരഞ്ഞെടുത്ത ആ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് കടന്നു വരുവാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ അത് കടന്നു വരുവാൻ ഇടയായിത്തീരും. പ്രിയ കർത്താവിൻ്റെ ദാസി ആ ഒരു നിലയിലൂടെ കടന്നു പോകുവാൻ ഇടയായിത്തീർന്നു. ആ കുടുംബത്തിൽ മറ്റ് ആർക്കെങ്കിലും ലഭിക്കുന്ന ഈ ഒരു അനുഭവത്തെക്കാൾ ഉപരിയായി കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക്, കർത്താവിൻ്റെ കൃപയിലേക്ക് വരുവാൻ തക്കവണ്ണം കർത്താവ് മുന്നൊരുക്കിയതായ പദ്ധതിയിലൂടെ കർത്താവിൻ്റെ ദാസിയെ ദൈവം ഇറക്കിക്കൊണ്ടുവരുവാൻ വേണ്ടി പല വഴികൾ, നമ്മൾ പ്രതീക്ഷിച്ച പല വഴികളും ദൈവം അടച്ചിട്ട് കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു തന്ന ആ നല്ല വഴികൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേനെ. ഞാൻ ഓർക്കുകയായിരുന്നു, ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ തന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട 2 കുടുംബങ്ങളെ, അല്ലെങ്കിൽ ദൈവം തന്ന 2 ആൺമക്കളെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തു. അതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. സ്തോത്രം. പ്രിയ കമലമാമ ഒരുപാട് കഷ്ടപ്പെട്ടു എങ്കിലും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഇന്ന് പ്രയോജനപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട 2 ആൺമക്കൾ, അവരുടെ കുടുംബമായി കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിപ്പാൻ പ്രിയ കർത്താവിൻ്റെ ദാസിക്ക് ദൈവം ആമേനെ കൃപ ചെയ്തു. ആ കുടുംബത്തെ ദൈവം ഒരുക്കിയെടുത്തു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും തരട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിപ്പാൻ ഏറെ അവസരങ്ങളെ കർത്താവ് ഒരുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആരുടെയും പ്രേരണ കൂടാതെ തന്നെ കർത്താവ് തൻ്റെ വചനത്തിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ അതത് സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞു തന്ന് ദൈവം വഴി നടത്തിയ ആ അനുഗ്രഹങ്ങൾ, അനുഭവങ്ങൾ
അരോമ ടിവിയുടെ ഓരോ ശ്രോതാക്കളോടും പങ്കുവച്ചല്ലോ. പ്രേക്ഷകരെ, നമ്മുടെ ഈ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ദൂതന്മാരെ അയച്ച് എത്രയോ സന്ദർഭങ്ങളിൽ ദൈവം നമ്മോട് ഇടപെട്ടിട്ടുണ്ട്. അതൊക്കെ നാം തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തയ്യാറാകുമെങ്കിൽ കർത്താവിൻ്റെ ദാസിയുടെ ജീവിതാനുഭവത്തെ ദൈവം ഒരുക്കിയെടുത്തതുപോലെ നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ദൈവം ഒരുക്കിയെടുക്കുവാൻ തക്കവണ്ണം ആമേനിടയായിത്തീരും. ഈ സാക്ഷ്യം കേൾവിക്കാർക്ക് എത്രത്തോളം പ്രയോജനമായി തീർന്നു, നിങ്ങൾ മറ്റൊരാൾക്കും അത് അനുഗ്രഹമായി തീരേണ്ടതിന് അവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ ആമേനിടയായിത്തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കാവുന്ന നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. അതുപോലെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ ടിവിയുടെ മാന്യ ശ്രോതാക്കൾക്ക് വേണ്ടി വിശിഷ്യാൽ പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കും അതിൽ സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടു സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com